ക്ലാസ് മുറിഞ്ഞു പോയത് കൊണ്ട് പഴയ ആളുകൾ കുറവും പുതിയ ആളുകൾ കൂടുതലുമാണ്. പുതിയ ആളുകൾ അതുകൊണ്ടാണ് അവര് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവർക്ക് എത്ര മനസ്സിലാവും എന്ന കാര്യം എനിക്ക് സംശയമുണ്ട്. എന്ന് വെച്ച് ക്ലാസ്സിൽ ഇരിക്കാതിരിക്കണമെന്നൊന്നും തോന്നില്ല. ഇടയ്ക്കെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഒന്നാം ശ്ലോകം അനേക തരത്തിൽ അതിൻ്റെ വ്യാഖ്യാനം കണ്ടുവരികയാണ്. ദിവസങ്ങൾ കുറേയൊക്കെ എടുത്തെങ്കിലും ഒന്നാം ശ്ലോകം ഏതാണ്ട് പകുതി ആയിട്ടില്ല. കാരണം അത്രയേറെ വ്യാപക അർത്ഥത്തിൽ നമുക്കത് കൊണ്ടുപോകാം. അതിലെ ഈശപദത്തെ വ്യാപക ചൈതന്യത്തിൻ്റെ ഗ്രഹണം, ഈശപദം കൊണ്ട് വ്യാപകമായ ചൈതന്യത്തിൻ്റെ അറിവുണ്ടാവും. അപ്പോൾ പരിച്ഛിന്ന അഹം, അഹത്തിന് രണ്ട് തലങ്ങളാണ്, പരിച്ഛിന്ന തലവും വ്യാപക തലവും. ആയുർവേദാദി ശാസ്ത്രഗ്രന്ഥങ്ങൾ സാമാന്യ തലവും വിശേഷ തലവുമാണ്. പരിച്ഛിന്ന അഹവും വ്യാപക അഹവും. വ്യാപക ചൈതന്യത്തിൻ്റെ അറിവ് ഈശപദം കൊണ്ടുണ്ടാവുമ്പോൾ പരിച്ഛിന്ന അഹം ഏവം പ്രപഞ്ചം. രണ്ടും പരിച്ഛിന്നമായ ഞാനും പരിച്ഛിന്നമായ എൻ്റെ ബോധമായ ജഗത്ത്. ശാസ്ത്രം പഠിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അഹം പരിച്ഛിന്നമായി നിൽക്കുമ്പോൾ അഹത്തിൻ്റെ ബോധമാണ് ജഗത്ത്. അഹം തന്നെ പരിച്ഛിന്നമാണ്. ഞാൻ എന്നത് തന്നെ ഈശ്വരനിൽ നിന്ന് പരിച്ഛിന്നമായിരിക്കുമ്പോഴാണ് വേറിട്ട് കാണപ്പെടുന്നത്. ആ അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഗോപാലൻ എന്ന് പറയുന്നത് സമഗ്രമായ ബോധത്തെയല്ല, ഇന്നയാളുടെ മകനായ ഗോപാലൻ, ഇന്ന വീട്ടിൽ ജനിച്ച ഗോപാലൻ, ഇന്ന ശരീരത്തിനുള്ളിലിരിക്കുന്ന ഗോപാലൻ. പുരുഷാപരാധം വന്നു നിൽക്കുന്ന ആൾ. പുരുഷാപരാധം 21 വിധം എന്ന് സർവജ്ഞാത്മമുനി പറയും. വാദവിത്ത കഫങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങൾ ഏറ്റുവാങ്ങി അധ്യാത്മം ആധിദൈവികമായ ദുഃഖങ്ങളെ ഏറ്റുവാങ്ങി ശാരീരികങ്ങളും മാനസികങ്ങളുമായ ദുഃഖങ്ങളെ ഏറ്റുവാങ്ങി അന്ധക്കരണങ്ങളുടേതായ ദുഃഖങ്ങളെ ഏറ്റുവാങ്ങി പരിച്ഛിന്നനായിത്തീരുന്ന ഞാൻ. എപ്പോഴാണോ ഈ ബോധസത്തയ്ക്ക് പരിച്ഛിന്നമായ അഹങ്കാരം നഷ്ടമാകും, നല്ല അച്ഛനമ്മമാർക്ക് ജനിച്ച് നല്ല അന്ധക്കരണ ശുദ്ധി വന്ന് എല്ലാം ഏകമാണെന്ന ഒരു ബോധ്യത്തിൽ ശരീരനിർവഹണം നടന്നു കിട്ടിയാൽ മതിയെന്നോർത്ത് അത്രമാത്രമേ ഇതെല്ലാം സമ്പാദിക്കുന്നവനും നേടുന്നുള്ളൂ എന്ന് ബോധ്യപ്പെട്ട് നിങ്ങളിലെ കോടീശ്വരനും നിങ്ങളിലെ ദരിദ്രനും നിങ്ങളിലെ പേരുള്ളവനും പേരില്ലാത്തവനും നിങ്ങളിലെ അറിവുള്ളവനും അറിവില്ലാത്തവനുമെല്ലാം ജീവിത നിർവഹണത്തിൻ്റെ കാര്യത്തിൽ ശരീര നിർവഹണം മാത്രമാണ് ഈ കാലഘട്ടം കൊണ്ട് നേടുന്നത്. ബാക്കിയെല്ലാം പുണ്യഭാവങ്ങൾക്കനുസരിച്ച് സത്പേരുകളോ ദുഷ്പേരുകളോ സമ്പാദിച്ചു നിൽക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ സൽപ്പേര് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുപുറത്ത് ദുഷ്പേരുണ്ടാവും.
അപ്പോഴൊക്കെ ഭൗതിക തലത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെന്ന ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് നിങ്ങൾക്കും അയാൾക്കും ഒരുപോലെ അറിയാവുന്ന ഒരാളെക്കുറിച്ച് അയാളോട് അരമണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ പ്രശംസിച്ചാൽ അയാൾ എതിർക്കും. അടുത്ത നിമിഷം നിങ്ങൾ ആ വ്യക്തിയെ എതിർത്തു പറഞ്ഞാൽ അയാൾ അനുകൂലിച്ച് പ്രശംസിക്കും. സ്തുതിനിന്ദകൾക്ക് അത്രയേ പ്രസക്തിയുള്ളൂ. നിങ്ങൾ തന്നെ ഒരാളോട് സ്തുതിച്ചു പറയും, മറ്റൊരാളോട് നിന്ദിച്ചു പറയും. ചുരുക്കത്തിൽ അയാളും നിങ്ങളും നേടുന്നത് ഈ ശരീര നിർവഹണം മാത്രമാണ്. വേറൊന്നും പ്രത്യേകിച്ച് നേടുന്നില്ല. അപ്പോൾ അതിൽ ഞാനെന്ന് പറയുന്ന അഹന്തയ്ക്ക് കാര്യമൊന്നുമില്ല എന്ന് അറിഞ്ഞ് കളിക്കുന്നവരൊഴിച്ചുള്ളവരെല്ലാം പരിച്ഛിന്ന അഹങ്കാരത്തിലാണ് ഇരിക്കുന്നത്. പരിച്ഛിന്നമായ ഈ അഹങ്കാരത്തിൽ ഉൽപ്പന്നമാകുന്നതാണ് ജഗത്ത്. അപ്പോൾ അത് അതിനേക്കാൾ പരിച്ഛിന്നമായിരിക്കും. ജഗത്ത് വിശാലമാവില്ല. മിഥ്യ എന്ന് അറിഞ്ഞവർക്ക് പറയാം. പക്ഷേ അറിവില്ലാതെ നിൽക്കുന്ന പരിച്ഛിന്ന അഹങ്കാരത്തിൽ നിന്ന് നോക്കുമ്പോൾ പരിച്ഛിന്നമായ അഹങ്കാരത്തിൽ ഉൽപ്പന്നമായ ജഗത്ത് ഉൽപ്പാദിപ്പിച്ച ബോധത്തെയും അതിക്രമിച്ച് വിശാലമായി നിൽക്കുന്നുവെന്ന തോന്നലാണ് ബോധത്തിൻ്റെ മായാവൃതമായ കളി. ആ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുവാൻ പറ്റുന്ന ജഗത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ചിന്തയേക്കാൾ വിപുലമാകുന്നത്? നിങ്ങളുടെ ശരീരം ചെറുതും അതിൽ ആത്മചൈതന്യം നിറഞ്ഞ് നിങ്ങളുടെ ബോധം വിപുലവും അതിൻ്റെ ഭാഗധേയത്തിൽ കളിക്കുന്ന മനസ്സ് വ്യാപകവുമാകുമ്പോൾ വ്യാപിച്ച മനസ്സിൽ രൂപാന്തരപ്പെടുന്ന ജഗത്ത് നിങ്ങളുടെ ശരീരം ചെറുതായതുകൊണ്ട് നിങ്ങൾ ചെറുതാണെന്ന് ശരീരത്തോട് ചേർന്ന് ചെറുതായി, മനസ്സിനോട് ചേർന്ന് വിപുലമായി, മനസ്സിനോട് ചേർന്ന് വിപുലമായി സൃഷ്ടിക്കുന്ന ജഗത്തിനെ വിപുലമായി കണ്ട് അതിനുള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് പരിച്ഛിന്നമാക്കി കാണുമ്പോഴാണ് ജഗത്ത് വിശാലവും നിങ്ങൾ ചെറുതുമാകുന്നു. ഇതൊരു ക്ഷണനേരം കൊണ്ട്, ഒരു തേനീച്ചയുടെ ചിറകടിക്കുന്ന വേഗതയിൽ ക്ഷണനേരം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു സമയത്ത് ഞാൻ നിസ്സാരനും ചെറുതുമാവുകയും ഒരു സമയത്ത് ഞാൻ സൃഷ്ടിച്ച ഈ ജഗത്തിനെ അറിയുന്നവനാകുകയും ചെയ്യുന്ന ഈ കളിയിൽ ചെറുതാകുകയും വലുതാകുകയും ചെയ്യുന്ന ഈ കളിയിൽ വെച്ചാണ് പരിച്ഛിന്നനായ ഞാനും പരിച്ഛിന്നമായ ജഗത്തും ഇതം വൃത്തി വിശിഷ്ടമാകും. അസ്മത് യുഷ്മത് ഭാവങ്ങളെ എടുത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് അത് അറിയേണ്ടത്. അപ്പോൾ അഹം, പരിച്ഛിന്ന അഹം, ഏവം പ്രപഞ്ചം, ഇത് രണ്ടും ഇതം കോടിയിൽ വരികയാണ്. ഈ മോഹനിദ്രയെയാണ് വെടിയേണ്ടത്. ഈ മോഹനിദ്രയാണ് പോയി കിട്ടേണ്ടത്. ഈ മോഹനിദ്രയാണ് എല്ലാ ദുഃഖങ്ങളുടെയും, ആധിഭൗതികങ്ങളും ആധ്യാത്മികങ്ങളും ആധിദൈവികങ്ങളുമായ എല്ലാ ദുഃഖങ്ങളുടെയും മൗലിക കാരണം ഈ മോഹനിദ്രയാണ്. ഈശാവാസ്യത്തിലെ പ്രഥമ മന്ത്രത്തെ ആ നിലയിൽ നോക്കിക്കാണുമ്പോൾ മന്ത്രത്തോട് വളരെ അടുപ്പമുള്ള ഒന്ന് ഭാഗവതം പറയുന്നു. ഈ മോഹനിദ്രയെ വെടിയാനുള്ള പദ്ധതിയും ഭാഗവതത്തിലുണ്ട്. അതോ ബുധ ആഭജത്വം ഭക്തൈകയേശം
ഗുരുദേവതാത്മാ എന്നാണ് ഭാഗവതം പറയുന്നത്. ആഭജേത്, ആസേവനം ചെയ്യുക. ആഭജേത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആസേവനം ചെയ്യുക. സംസാരവാസന കൊണ്ട് സമുത്പന്നമായ സംസാര വിഷയകമായ ഈക്ഷണം കൊണ്ട് ഇതങ്കാരാസ്പദമായ ജഗത്തിന്റെ ഉൽപ്പത്തി ഉണ്ടാകും. വെറും നോട്ടം കൊണ്ടാണ് ഇതങ്കാരാസ്പദമായ ജഗത്തുണ്ടാകുന്നത്. അവിടെയാണ് ഈ ബോധം ഈക്ഷിച്ചു. ജഗത് സൃഷ്ടിയെപ്പറ്റി പറയുമ്പോൾ, അതിൻ്റെ ആരംഭത്തെ പറയുമ്പോൾ ഈക്ഷിച്ചതുകൊണ്ടുണ്ടായി എന്ന് പറയുന്നു. എങ്ങനെയാണോ നിങ്ങളുടെ ഈക്ഷണം, അങ്ങനെയാണ് ഈ ജഗത്ത്. ശീലം പാപരൂപത്തിൽ ഈക്ഷിക്കുവാനായാൽ പാപരൂപമാണ് ഈ ജഗത്ത്. ഫലം ദുഃഖമാണ്. ഈ ജഗത്തിനെ ഈക്ഷിക്കുവാനുള്ള പരിശീലനം പുണ്യരൂപേണയാണെങ്കിൽ പുണ്യരൂപമാണ് ഈ ജഗത്ത്. സുഖമാണ് ഫലം. പേര് കൂടി ഒരു സ്ഥലത്ത് സുഖമായി ജീവിക്കുകയാണ്. അവരവിടെ ജീവിക്കുമ്പോൾ ഒരു പോരായ്മയും കാണാതെ ജീവിക്കുക, സംതൃപ്തമായി ജീവിക്കുകയാണ്, പൂർണ്ണ സംതൃപ്തമായി ജീവിക്കുകയാണ്. അവിടേക്കാണ് ഒരാൾ കയറുക. എവിടെ ചെന്നാലും ഒരു പോരായ്മ കണ്ടുപിടിക്കുന്ന അയാൾ വന്ന് ആദ്യം തന്നെ ആ പോരായ്മ ഒരെണ്ണം കണ്ടുപിടിച്ചു. ഇതെന്താ ഇങ്ങനെ? ബാക്കിയുള്ളവരന്നേരം പറഞ്ഞു, അയ്യോ ഇതുവരെ ഞങ്ങൾ കണ്ടില്ല, എത്ര സൂക്ഷ്മമായി കണ്ടുപിടിച്ചു. ഇനി അവിടെ അസ്വസ്ഥതയാണ്. പക്ഷെ അവിടെ ഇരുന്ന ആളുകൾ ഒരു കാര്യം പറയും, ചേട്ടൻ്റെ ബുദ്ധി വയ്പോ, ചേട്ടൻ്റെ ദൃഷ്ടികോണം, ചേട്ടൻ്റെ സൂക്ഷ്മത. എന്തിനുള്ള സൂക്ഷ്മതയാണ്? സ്വയം അസ്വസ്ഥമാകാനും അന്യരെ അസ്വസ്ഥപ്പെടുത്താനുമുള്ള സൂക്ഷ്മത. ഇതിനാണ് നിങ്ങൾ ഭൗതികമായ അറിവെന്ന് പറയുന്നത്. ഇതിനുള്ള പരിശീലനമാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മുഴുവൻ. ഇത് പരിശീലിച്ചാണ് നിങ്ങൾ ഈ ക്യൂവിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ ചൂണ്ടിക്കാണില്ല. എവിടെ പോകും? തീർച്ചയായും അങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ല. അത് തിരിച്ചറിഞ്ഞാൽ രക്ഷയാണ്. സൂക്ഷ്മത എന്ന് പറയുന്നത് ആത്മാവിൽ അറിയുകയും പരിച്ഛിന്നമായ ജഗത്തിൽ, പരിച്ഛിന്നമായ അഹങ്കാരം, പരിച്ഛിന്നമായ ജഗത്ത് അതിന് പ്രാധാന്യമുണ്ടെന്ന് അറിയാതിരിക്കുകയും അതിൻ്റെ അകത്തുള്ള അറിവും വഴക്കും കൊണ്ട് ഇതുവരെ ഒന്നും പരിഹൃതമായിട്ടില്ല. ആക്ടിവിസ്റ്റുകളും പരിഹാര നിർദ്ദേശത്തിനുള്ള പ്ലാനിങ്ങുകളും ക്രൈസിസ് മാനേജ്മെൻറ്റുകളും ഒക്കെ വന്നപ്പോഴാണ് അസ്വസ്ഥത കൂടിക്കാണുന്നത്. ശരിയാണെന്ന് ആലോചിച്ചിട്ടേ പറയാം. മലകളും കുന്നുകളും ഒക്കെ ഉണ്ടാവുകയും ഒരു ഏണിയും വെക്കാതെ ഗോവണിയും വെക്കാതെ ഒരു ക്രൈസിസും മാനേജ് ചെയ്യാതെ തളാപ്പിട്ട് ചാടിക്കയറുകയും ചെയ്ത കാലത്താണ് അപകടം കുറഞ്ഞിരുന്നത്. കാരണം അന്ന് കയറണം ആവശ്യമാണെന്ന് അറിയുമ്പോൾ സൂക്ഷ്മത ഉണ്ടാവും കയറാൻ. എല്ലാ മുൻകരുതലും എടുക്കുമ്പോൾ സൂക്ഷ്മത കുറയുകയും അപകടങ്ങൾ കൂടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല.
ഇന്നാണ് ആശുപത്രികൾ, ഒരുപാട് പരിചരണങ്ങൾ, ഒരുപാട് കാര്യങ്ങളുള്ളത്. ഈ പെണ്ണുങ്ങളൊക്കെ ഒരു 30-40 ടൺ വൈറ്റമിനും മിനറലും തിന്നുന്നുണ്ടാവും ഒരാഴ്ച. ഒരുപാട് ഗൈനക്കോളജിസ്റ്റിനെ ആഴ്ച തോറും കാണുന്നുണ്ടാവും. ഒരെണ്ണത്തിന് 1 കിലോ സാധനം എടുത്തുകൊണ്ട് നടക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ തള്ളമാർ 10 പെറ്റതായിരുന്നു. 100 വയസ്സിലും അതിൻ്റെയൊക്കെ മുഖത്ത് നോക്കിയാൽ ഐശ്വര്യം ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടില്ല. ഇങ്ങനെ പച്ചയ്ക്ക് പറയുമ്പോൾ പക്ഷെ നേരാണോ? ഞാൻ ആത്മീയല്ല പറഞ്ഞു, ഞാൻ ഭൗതികമാണ്. അപ്രിയ സത്യമാണ്. പക്ഷെ അത്രയ്ക്ക് അപ്രിയമാണോ ഞാൻ പറഞ്ഞത്? ആത്മാവാണ് എല്ലാത്തിലും പ്രിയമെങ്കിൽ ഏറ്റവും പ്രിയമുള്ള സത്യമല്ലേ ഞാൻ പറഞ്ഞു? ആത്മാവിനോടുള്ള പ്രിയം കൊണ്ടല്ലേ ഇതിനൊക്കെ പ്രിയമുള്ളതാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ശരിയുണ്ടോ? ശരിയുണ്ടോ? അതോ നുണയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ ലോകം നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യമാവും. അപ്പൊ ഈ ക്ഷണമാണ് ഇതിന് കാരണം. ഈ ക്ഷണം എന്ന് പറഞ്ഞാൽ നോട്ടം. എങ്ങനെയാണ് നിങ്ങളുടെ ദൃഷ്ടികോണം, അതനുസരിച്ച് സംസാരവാസനയാൽ സമുത്പന്നമായ സംസാര വിഷയകമായ നോട്ടം, അതാണ് പാപമുള്ള നോട്ടം. ഈ ക്ഷണം 2 തരമുണ്ട്. അന്തർമുഖനായി ആത്മാവിലേക്ക് ഈക്ഷിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ വിഷയങ്ങളിലേക്ക് അപഹരിച്ചു കൊണ്ടുപോകുന്നില്ല. ഈ ക്ഷണം പൊതുസഭയിലായാൽ പോലും ബഹിർമുഖമായി വിഷയങ്ങളിലേക്കായാൽ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ പ്രകടമായ സഭയിൽ നിന്ന് പോലും അപഹരിച്ചു കൊണ്ടുപോകുന്നു. ശരിയാണോ? ശരിയാണോ? ഇങ്ങനെ മനസ്സിനെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ വീക്ഷണം കൊണ്ട് സംസാരമുണ്ടാകുന്നു. അങ്ങനെയാണ് ജഗത്തുണ്ടാകുന്നത്. ആ ഈക്ഷണം കൊണ്ടാണ് ഇതങ്കാരാസ്പദമായ ജഗത്ത് ഉൽപ്പന്നമാകുന്നത്. ഇല്ലാതെ ജഗത്തില്ല. അനുനിമിഷം ജഗത്തിനെ സൃഷ്ടിക്കുക. ഒരാവശ്യം ഉണ്ടാവില്ല, മരുന്ന് മേടിച്ചുകൊണ്ട് പോയാൽ മതി. സമാധാനമായിട്ട് മരുന്ന് മേടിച്ചു കൊണ്ടുപോയി കഴിച്ചാൽ മതി. മേടിക്കാൻ വന്ന കൂട്ടത്തിൽ അവിടെ നിൽക്കുന്ന ഒരാളെ കണ്ടു, പുള്ളിയോട് പോയി 2 വാക്കുകൾ. ആ 2 വാക്ക് രാഷ്ട്രീയമാകാം, സാമൂഹ്യമാകാം, മതമാകാം, എന്തുമാകാം. അദ്ദേഹവും 4 വാക്കുകൾ. അനുകൂലമായി തുടങ്ങിയ സംഭാഷണം അല്പം കഴിഞ്ഞ് കഴുത്തിന് പിടിക്കുന്ന അവസ്ഥയിലായി. മനസ്സിലായില്ല. ഇനി മരുന്ന് കൊണ്ടുപോയി ഇവിടുന്ന് കൊണ്ടുപോയി കഴിക്കുമ്പോൾ ഈ വികാരങ്ങളാണ് ഓർമ്മ വരുന്നതെങ്കിൽ അത് ഫലിക്കുമോ? ഇതിനും കൂടെ പുതിയൊരു മരുന്ന് വേണം, പുതിയൊരു രോഗവും കൂടെ. ചിലപ്പോൾ വാശിയും വരും. ഇവിടുമായിട്ട് ബന്ധമേ ഇല്ലാത്ത ഒരാളായിരിക്കും ആ മൂലയ്ക്കിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തെ ആയിരിക്കും പിന്നെ നിങ്ങൾ ഇത് മുഴുവനുള്ള ആളായി കാണും. ഇനി അയാളെ ഒന്ന് തോൽപ്പിക്കാതെ ചിലപ്പോൾ നിങ്ങൾക്ക് മരുന്ന് കഴിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് നമ്മൾ ജഗത്തുണ്ടാക്കുന്നത്.
ബുദ്ധിമാൻ ഒരു സ്ഥലത്ത് പോകുമ്പോഴും പുതിയ ജഗത്തുണ്ടാക്കിയില്ല. ഉള്ള ജഗത്തൊന്ന് പോയി കിട്ടാനായി പണി. തൻ്റേതായി വരുന്ന കർമ്മങ്ങളെ നിർമ്മമമായി ചെയ്ത് ഈക്ഷണങ്ങൾ കുറച്ച് ജഗത്തിനെ ഇല്ലാതാക്കി തന്നിലേക്ക് തിരിയുമ്പോൾ ആരോഗ്യവും ആത്മബോധവും ഉണ്ടാകും. ഒരുമിച്ചുണ്ടാകുന്നതാ രണ്ടും. പൂർവ പ്രാരബ്ധം ഉണ്ടാകാം, പുതുതായി ഉണ്ടാവില്ല എന്നാണ് അതിന് ഉത്തരം. അതവർ പരിഗണിക്കുന്നുമില്ല. മനസ്സിലായില്ല? അവർ അതിനെ പരിഗണിക്കുന്നുമില്ല. അത് പ്രകൃതിയുടെ പൂർവാജ്ഞാനത്തിൻ്റെ ചേഷ്ടിതമെന്നറിയാൻ കരുത്തുണ്ടാവും. ആ സംശയം തീർന്നു. കൊലക്കിട്ട് കുത്തണ്ട അല്ലേ? അല്ല, അത് കുഴപ്പമില്ല. എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ചില കുസൃതികളൊക്കെ ഞാൻ പറയും. അപ്പോ ആ ഇതങ്കാരാസ്പദമായ ജഗത്തിന്റെ ഉൽപ്പത്തി എവിടെയാണ്? അതിന് വിപരീതമാണ് അദ്വൈത വാസന. നേരെ വിപരീതമാണ് തദ് വാസന, തജ്ജന്യ വാസന. അങ്ങനെ ഉണ്ടായാൽ ഇതര സംസ്കാരങ്ങളെ അത് പ്രതിബന്ധിക്കും. പതഞ്ജലകാരൻ പറയും, തജ്ജ സംസ്കാരോ അന്യ സംസ്കാര പ്രതിബന്ധി. തദ് സംസ്കാരം കൊണ്ട് അന്യ സംസ്കാരങ്ങളെ പ്രതിബന്ധിക്കുക. അപ്പൊ ഈക്ഷണം കുറയും. ഇതങ്കാരാസ്പദമായ ഈക്ഷണം കുറഞ്ഞാൽ മാത്രമേ ജഗത്ത് ചുരുങ്ങി വരുള്ളൂ. ഇതിലേറ്റവും ശ്രദ്ധേയമായത് ഇതങ്കാരാസ്പദമായി ഉണ്ടാക്കിയ ജഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ജഗത്തിൽ കുടികൊള്ളുക പരിച്ഛിന്നനായി. ഇതാണ് പരിച്ഛിന്നാഹത്തിന്റെ പ്രത്യേകത. അതൊരിക്കലും പിന്നെ പുറത്തു നിൽക്കില്ല. പട്ടുനൂൽ പുഴു എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കണ്ടിട്ടുണ്ടാവും. തൻ്റെ ശരീരത്തിൽ നിന്ന് നൂല് വലിക്കുക, തന്നെ ചുറ്റി വലിയുക, തലങ്ങും വിലങ്ങും, എന്നിട്ടൊരു കൂടുണ്ടാക്കി അതിനകത്ത് ഒളിച്ചിരിക്കുക. അവസാനം മിടുക്കന്മാർ അതിനെ കൊണ്ടുപോയി തിളച്ച വെള്ളത്തിലിട്ട് നൂലെടുക്കുക, പണി തീർക്കുക. ഇതുപോലെയാണ് ഈ പരിച്ഛിന്നാഹം പണിയുന്നത്. ലോകം ഈ പരിച്ഛിന്ന അഹങ്കാരത്തിലാണ് നിലനിൽക്കുന്നത്. അത് ഈ കൂടുണ്ടാക്കൽ പ്രക്രിയയാണ് ചെയ്യുന്നത്. സ്വന്തം ജഗത്ത് ഈ നൂല് പോലെ സൃഷ്ടിച്ച് അതുകൊണ്ട് വലിഞ്ഞു മുറുകി അതിനകത്ത് ദുഃഖിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ അജ്ഞാനത്തിൻ്റെ നില. അപ്പൊ അത് പോകാനുള്ള ഒരു വഴി അദ്വൈത വാസനയാണ്. അദ്വൈത വാസനയുടെ മറ്റൊരു പേരാണ് ഈശവാസന. ഈശാദവേ തസ്യ. ഈ അനന്തര ശ്ലോകത്തിന്റെ ഈശപദം അവിടെയും വന്നിട്ടുണ്ട്. ഭക്തൈകയേശം ഗുരുദേവതാത്മാ, ഭാഗവതി കണ്ടതും അതാണ്. ഈശഭജനം കൊണ്ട്
ഈശവാസന ഉദ്ഭൂതമാണ്. ജഗദ്വാസനയെ മാറ്റിവെച്ച് ഈശവാസനയെ ഉദ്ഭൂതമാക്കുക. അപ്പോൾ ജഗതീക്ഷണം എന്നതിനു പകരം ഈശേക്ഷണമുണ്ടാവും. ഇന്ദ്രിയങ്ങള് വേറൊരു നിലയിൽ പരിപക്വമാവും. ഈശീക്ഷണമുണ്ടായിക്കഴിഞ്ഞാൽ ഈശന്റെ ആസേവനം തദർത്ഥം ആപേക്ഷിതമാണ്. തദാകാര നിലയിൽ അപേക്ഷിതമാണ് ആ ഈശന്റെ സേവനം, ആസേവനം. അപ്പോഴാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ധ്യാതുർധിയ, ധീക്കു വേണ്ടി, ധീ ബുദ്ധി വിശേഷണം ധ്യാതുഹു കൊടുത്തിരിക്കുന്നു. ഒരു ജ്ഞാനം സാമാന്യ രൂപമാണ്. രണ്ടാമത്തത് അപേക്ഷാത്മകമാണ്. സാമാന്യ രൂപം, അപേക്ഷാത്മകം. മൂന്നാമത് ഉപേക്ഷാത്മകം. ഇത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണെങ്കിലും ക്ലാസ്സിൽ എടുത്തതിൻ്റെ തുടർച്ചയായതുകൊണ്ട് അന്നത്തത് നിങ്ങൾ ഓർത്തിരിപ്പുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ധ്യാതുഹു കൊണ്ട് അപേക്ഷാത്മക ബുദ്ധിയുടെ സങ്കേതമാണ്. സാമാന്യജ്ഞാനം കൊണ്ട് സാധാരണ വാസന അഥവാ സംസ്കാരം ഉണ്ടാകും. സാമാന്യ സംസ്കാരം. ഈ സംസ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് ആ സംസ്കാരമല്ല, നമ്മളല്ല. ഓരോരുത്തൻ്റെയും പൂർവജന്മ കൃതകർമ്മങ്ങളുടെയും മാതാപിതാക്കളുടെ പൂർവ കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം കാണുമ്പോൾ അതിനനുഗുണമായി വളരെ നൈസർഗികമായി എതിർച്ഛയാ പ്രതികരിക്കുന്നത്, സ്പോണ്ടേനിയസായി പ്രതികരിക്കുന്നത് ഈ സംസ്കാരത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഭാഷയുടെ മെറ്റഫർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ പദം ഇല്ല. ഒരുവന്റെ ഭാഷയിൽ നിന്നാണ് അവന്റെ സംസ്കാരം അറിയുന്നത്. പത്രക്കാര് അവൻ നിങ്ങളെക്കുറിച്ച് ഇന്ന പോലെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവൻ അതിനേക്കാൾ കൂടിയ തെറിയിൽ മറുപടി പറയുന്നത് തന്തയുടെയും തള്ളയുടെയും സംസ്കാരം കൊണ്ടാണ്. അല്ലാതെ രാഷ്ട്രീയവും മതവും അതിൻ്റെ ദർശനവും അതിൻ്റെ മാനിഫെസ്റ്റോയും ഒന്നും അല്ല ഇതിന് കാരണം. അതൊക്കെ തൽക്കാലത്തേക്ക് പഠിച്ചു വെക്കുന്ന സാധനമാണ്. ആ പഠിച്ചു വെച്ചതൊന്നും വർത്തമാനത്തിനകത്ത് വരില്ല. അഞ്ചു കൊല്ലം വേദാന്തം പഠിച്ചാലോ, 5 കൊല്ലം കമ്മ്യൂണിസം പഠിച്ചാലോ, 10 കൊല്ലം ഗാന്ധിസം പഠിച്ചാലോ ഒന്നും നിങ്ങളുടെ സംസ്കാരം ഈ 10 കൊല്ലം കൊണ്ടും 5 കൊല്ലം കൊണ്ടും ഒന്നും പെട്ടെന്ന് മാറിപ്പോവില്ല. പ്രശ്നങ്ങളോട് സമീപിക്കുമ്പോൾ ചത്തുപോയ അച്ഛനും അമ്മയൊക്കെ ആയി ഉണർന്നു വരുന്നത്. മനസ്സിലായില്ല? അവരൊക്കെ ആയി കയറി വരുന്നത്. അവരെല്ലാം അന്നേരം കയറി വരും. അത് ജനിതകത്തിനകത്തുണ്ട്. അത് സംസ്കാരമാണ്. സഡനായിട്ട് ഇങ്ങോട്ടെന്ന് വരും. എളുപ്പമല്ല, സമയം മാറ്റാൻ പറ്റും.
സമയമെടുക്കും. ഭാഷ എന്ന് പറയുന്നത് അങ്ങനെ വരുന്നതാണ്. അതുകൊണ്ടാണ് വ്യത്യാസപ്പെടുന്നത് വ്യക്തിയിൽ നിന്ന് വ്യക്തി ഒരേ ആശയം പറയുമ്പോൾ. ഒരേ ആശയം 3 പേർക്ക് പറയാൻ കൊടുത്താൽ ആ ആശയത്തെ അവന്റെ സംസ്കാരം മാറ്റും. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം സംസ്കാരമാണ് മാറ്റിമറിക്കുന്നത്. അതുകൊണ്ടാകാം അപ്പൂപ്പന്റെയോ അമ്മൂമ്മയുടേതോ ആയിരിക്കും. ആ പാരമ്പര്യത്തിൽ നിന്ന് ചിലതാണ് തെരഞ്ഞെടുത്തിങ്ങി വരുന്നത്. ചിലത് അവരുടെ സ്വപ്നങ്ങളിൽ നിന്നാണ്. അച്ഛനും അമ്മയും സ്വപ്നത്തിൽ സൂക്ഷിച്ച സംസ്കാരങ്ങളുണ്ട്. തങ്ങളുടെ സംസ്കാരത്തിന് ചേരില്ലെങ്കിലും ഇപ്പോൾ അതാണ് നല്ലത് എന്ന് സ്വപ്നത്തിൽ സൂക്ഷിച്ച സംസ്കാരത്തിൽ മകൻ ജനിക്കാം. സ്വപ്നത്തിൽ സൂക്ഷിച്ച സംസ്കാരം എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ആയ ഒരുവൻ കുടുംബത്തിൽ വെജിറ്റേറിയനായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു, പറ്റിയില്ല. പക്ഷെ ജനിച്ച മകൻ ആ സാധനം കാണുമ്പോഴേ കഴിക്കാതിരിക്കുകയാണ്. അവന്റെ സംസ്കാരത്തിനകത്ത് വെജിറ്റേറിയൻ സംസ്കാരം കടന്നുകൂടിയത് ഈ ആഗ്രഹം കൊണ്ടാണ്. ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ശരിയല്ലെന്ന് ആലോചിച്ച് നോക്ക്. വലിയ കള്ളന്മാരുടെ മക്കൾ സൗമ്യശീലരായി സംസാരിക്കുന്നില്ലേ? നല്ലവരായി ജീവിക്കുന്നില്ലേ? അതൊക്കെ വരുന്നത് ആ ആദർശം തലകേറിയുകൊണ്ടാണ്. അതുകൊണ്ട് സംസ്കാരത്തിന്റെ ഈ പോക്ക് ഈശ ഈക്ഷണം കൊണ്ട് ഈശ സംസ്കാരം ഉണ്ടാവും. ആ ഈശ സംസ്കാരം നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ഇതെളുപ്പോ. അപ്പൊ അതുകൊണ്ട് സാധാരണ വാസന, സാമാന്യജ്ഞാനം കൊണ്ട് സാധാരണ വാസന അഥവാ സംസ്കാരമുളവാകും. അപേക്ഷാത്മക ബുദ്ധി കൊണ്ട് വീണ്ടും വീണ്ടും ചിന്തിക്കുവാൻ പ്രേരണ നൽകുന്ന വാസനയാണ് നിശ്ചയമായും ഉളവാകുന്നത്. 3 തരത്തിൽ അറിയണം. ഒന്ന്, സാമാന്യ വാസന. അതുകൊണ്ടുളവാകുന്നത് സാധാരണ സംസ്കാരവും വാസനകളുമാണ്. അപേക്ഷാബുദ്ധി കൊണ്ടാകട്ടെ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ പ്രേരണ നൽകുന്ന സംസ്കാരമാണ്. ഒന്നിനെ അർത്ഥിക്കുന്ന ബുദ്ധി, ഇന്ന പോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ബുദ്ധി. ഏതോ എവിടെയോ എനിക്ക് എത്താനുണ്ട് എന്ന് അപേക്ഷിക്കുന്ന തലത്തിൽ ബുദ്ധി എത്തിക്കഴിഞ്ഞാൽ അപേക്ഷാത്മക ബുദ്ധി കൊണ്ട് ചിന്തയ്ക്ക് സാധ്യത വർദ്ധിക്കും. മനസ്സിലായില്ല? ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തൃപ്തമാവില്ല. ബുദ്ധി പറയും അത് ഇങ്ങനെയും അങ്ങനെയുമാകാം. അപ്പൊ ഇതല്ലാത്ത ഒന്നുകൂടെ കാണും. അങ്ങനെയുള്ളതിനെ അപേക്ഷിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പ്രേരണ നൽകുന്ന വാസനയാണ് അപ്പോൾ നിശ്ചയമായും ഉളവാകുന്നത്. ഉപേക്ഷാത്മക ബുദ്ധി കൊണ്ട് വാസനയേ ഉണ്ടാകുന്നില്ല. ഈ 3 കളിയും നമ്മളിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായോ? സാമാന്യ ബുദ്ധി, അപേക്ഷാത്മക ബുദ്ധി, ഉപേക്ഷാത്മക ബുദ്ധി എന്ന് 3 എണ്ണമാണ്. അല്ല, അതൊക്കെ വേറെ. എല്ലാത്തിലും അല്ല. ഈശ്വരനെ ഉപേക്ഷിക്കാനായിട്ടാവില്ലല്ലോ. വിഷയഭോഗികൾക്ക് വിഷയങ്ങളെ ഉപേക്ഷിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് വ്യക്തിയെ ആശ്രയിച്ചാണ് ഈ 3 ബുദ്ധി നിൽക്കുന്നത്. ചിലർ ഉപേക്ഷാത്മക ബുദ്ധിയിലാണ് പ്രപഞ്ചത്തെ പെടുത്തുന്നത്. അപേക്ഷാത്മക ബുദ്ധിയിലും സാമാന്യ ബുദ്ധിയിലുമാണ് ഈശ്വരനെ പെടുത്തുന്നത്.
മറ്റു ചിലർ തിരിച്ചു. ബുദ്ധിയാണ് ഈ കളി കളിക്കുന്നത് അവിടെ. അത്രയാണ് നിങ്ങളിപ്പം മനസ്സിലാക്കേണ്ടത്. ഇത് മൂന്നും നിങ്ങളിലുണ്ട് എന്നറിയണം. ഉപേക്ഷാത്മക ബുദ്ധി കൊണ്ട് വാസന ഉണ്ടാവില്ല. നൈയായികന്മാരും ഇതാണ് പറയുന്നത്. ഇദംകാരാസ്പദമായ വസ്തുക്കളിൽ എത്രമാത്രം അപേക്ഷ വയ്ക്കുന്നു അധികമായി, അപേക്ഷാത്മക ബുദ്ധി അതുകൊണ്ടുണ്ടായിരിക്കുന്നു. എത്രത്തോളം ഇദംകാരാസ്പദമായ പ്രപഞ്ചത്തിൽ അപേക്ഷാത്മക ബുദ്ധിയെ വയ്ക്കുന്നു, അതിനനുസരിച്ച് സംസാരം അത്രത്തോളം ബുദ്ധിയിലുണ്ടാകുന്നു. അത്രത്തോളം തന്നെ സംസാരം ദൃഢമാകും. ഇത് സംസാരം പ്രായോഗികമായി നമ്മിൽ ഉറപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപേക്ഷാത്മക ബുദ്ധി കൊണ്ട് മതങ്ങൾ മരിക്കുന്നതും ഇവിടെയാണ്. ഒരു ഭാഗത്ത് മതങ്ങളുടെ അനുഷ്ഠാനങ്ങളും കോക്കാമ്പീച്ചികളും, മറുഭാഗത്ത് അപേക്ഷാത്മക ബുദ്ധിയിൽ ഭൗതികത പിടിച്ചടക്കാനുള്ള മുന്നേറ്റവും. ബുദ്ധിയിൽ ഉറയ്ക്കുന്നത് സംസ്കാരത്തിൽ ഉറയ്ക്കുന്നത് സംസാരമാണ്. സംസാരവും മോഹനിദ്രയും ത്യജിക്കുവാനിറങ്ങിത്തിരിച്ച് സംസാരത്തെ ഉറപ്പിക്കുന്നു. ഒരു ഭാഗത്ത് ആദർശാത്മകമായി സംസാര വിനാശം പറയുന്നു, സംസാരത്തെ ഉറപ്പിക്കുന്നു. കാലവൈഭവം കൊണ്ട് മതങ്ങൾ ഇവിടെയാണ് കളിക്കുന്നത്. നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നാലാണ് അത് മനസ്സിലാവും നമ്മുടെ ഈ കുഴപ്പങ്ങൾ. അവിടെ മോഹനിദ്ര പോവില്ല. അപ്പൊ അപേക്ഷാബുദ്ധിയിൽ ഇദംകാരാസ്പദങ്ങളായ വസ്തുക്കളിൽ എത്രമാത്രം അധികമായി അപേക്ഷ വയ്ക്കുന്നു ബുദ്ധി, ആ അപേക്ഷയ്ക്കനുസരിച്ച് ബുദ്ധി ആ ആകാരം പൂണ്ട് സംസ്കാരമായി ഉറയ്ക്കുന്നു. ആ ജഗത്തിൽ ആ ആഗ്രഹങ്ങളിൽ നമ്മൾ ജീവിക്കുന്നു. അത്രത്തോളം സംസാരം ഉളവാകും. സംസാരം വിട്ടുപോവല്ലേ, ഇത് ഉറയ്ക്കുകയാണ്. ഇതിന്മേൽ ധ്യാനം കേന്ദ്രിതമാവും. ബുദ്ധിയിൽ ഇതുറച്ച് സംസ്കാരമായി തീർന്നാൽ ധ്യാനിക്കാനിരിക്കുമ്പോഴൊക്കെ, പഠിക്കാനിരിക്കുമ്പോഴൊക്കെ, പാഠനം ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ പ്രാരബ്ധരൂപേണ കയറി വന്ന കർമ്മങ്ങൾ ചെയ്ത് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ സംസ്കാരത്തിൽ നിന്ന് ഇത് കയറി വരുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുന്നു. സംസാരം കുഴഞ്ഞു മറിയുന്നു. ജീവിത വിജയം അകലെയാകുന്നു. പരാജയങ്ങൾ സ്വാഭാവികങ്ങളാകുന്നു. ദുഃഖങ്ങൾ ശാശ്വതങ്ങളാകുന്നു. അശാന്തി പടരുന്നു. താനും തന്റെ ലോകവും കലാപകലുഷിതമാകുന്നു. ഇതാണ് പ്രക്രിയ.
എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്നറിഞ്ഞിട്ട് ആ അവസ്ഥയിൽ നമ്മുടെ അപേക്ഷാബുദ്ധിയെ മാറ്റുക. ഇതാണ് ഇതിന്റെ പരിശീലനം. ആ ഓരോ വസ്തുവിനും വേണ്ടി അപേക്ഷിക്കുകയാണ് ഇതങ്കാരാസ്പദമായി. അങ്ങനെ കയറി പോവാ. അപ്പൊ ഇതിനനുസരിച്ച് ബുദ്ധി ആ ആകാരം കൊണ്ട് സംസ്കാരമായി തീർന്നാൽ എല്ലാ വേളകളിലും ഇതിന്റെ ചിന്തനം കയറി വരും. ഒരു കർമ്മവും പൂർത്തീകരിക്കപ്പെടില്ല, ഒരു ധ്യാനവും സുന്ദരതരമാവില്ല. ഒന്നും പഠിച്ചാൽ തലയിലുറക്കില്ല. കാരണം വെച്ചാൽ അവിടെ വായന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തലയ്ക്കകത്ത് ഈ അപേക്ഷാബുദ്ധി കിടന്ന് സംസ്കാരമായി കളിക്കുകയാണ്. അതിനാണ് അപേക്ഷാബുദ്ധിയെ പിൻവലിക്കുക. അപേക്ഷാബുദ്ധിയിലാണ് ഈ കളി. ഞാനൊന്ന് പഠിക്കാൻ പോകുന്നത് എന്തിനാണ്? ഒരപേക്ഷാബുദ്ധി കൊണ്ടാണ്. അത് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് പഠിക്കാൻ പറ്റുക? പഠിക്കാനല്ല ഞാൻ പോയത്. ഇന്നെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഇതംകാരാസ്പദമായ വസ്തുക്കളിൽ എത്രമാത്രം അധികമായി അപേക്ഷ വയ്ക്കുന്നു, അപേക്ഷാത്മക ബുദ്ധി അത്രത്തോളം ഉണ്ടായിരിക്കുന്നു, അത്രത്തോളം തന്നെ സംസാരം ദൃഢമാകുന്നു. അതിനനുസരിച്ച് ഇതംകാരാസ്പദമായ ധ്യാനം കേന്ദ്രീകൃതമാകുന്നു. ഇതിന് വിപരീതം, ഇതിന്റെ വൈപരീത്യം, അതാണ് നമ്മുടെ ചർച്ച. നിങ്ങൾ കണ്ണുകൾ അടച്ചിരുന്ന് ഈശ്വരനെ വിചാരം ചെയ്യാൻ പോയിരിക്കുന്നു. ആ പോയിരുന്ന് ഈശ്വരനെ വിചാരം ചെയ്യാൻ കേന്ദ്രീകൃതമായിരിക്കുമ്പോൾ നിങ്ങളിൽ കിടക്കുന്ന ഇതങ്കാരാസ്പദമായ സംസ്കാരം കൊണ്ട് നിങ്ങൾ ജഗത്തിനെ ധ്യാനിക്കുന്നു. അപേക്ഷാബുദ്ധിയിൽ ജഗത്തിരിക്കുന്നത് കൊണ്ട് ജഗത്തിനെ ധ്യാനിക്കുന്നു. ഇരിക്കുന്നത് ആത്മധ്യാനത്തിനാകുന്നു, ധ്യാനിക്കുന്നത് ജഗത്താകുന്നു. ജഗത്തിനെ ധ്യാനിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കോപതാപാദികളെല്ലാം നിങ്ങളിൽ ആന്തരികമായി ഉണ്ടാകുന്നു. പുറത്തൊരാളെ കണ്ട് കോപിക്കുന്നതും ആ ആളിനെ ഭാവനയിൽ വെച്ച് കോപിക്കുകയും ചെയ്യുമ്പോൾ ഭാവനയിലിരിക്കുന്നയാൾ നിങ്ങളുടെ ബോധം നെയ്പുരട്ടി ഉണ്ടാക്കിയ ആളായതുകൊണ്ട് പുറത്തുള്ളവനോടുള്ള കോപത്തേക്കാൾ ശക്തമായിരിക്കും നിങ്ങളുടെ മനസ്സു രൂപാന്തരപ്പെട്ടവനോടുള്ള കോപം. മനസ്സിലായില്ല? പുറത്തുള്ളവനോടുള്ള പ്രിയത്തെക്കാൾ അധികമായിരിക്കും നിങ്ങളുടെ മനസ്സു രൂപാന്തരപ്പെട്ടവനോടുള്ള പ്രിയം. പുറത്ത് ഉള്ളവളോടുള്ള കാമത്തേക്കാൾ കൂടുതലായിരിക്കും നിങ്ങളുടെ മനസ്സു രൂപാന്തരപ്പെട്ടവളോടുള്ള കാമം. മനസ്സിലായില്ല? ഈ കാമവും ക്രോധവുമെല്ലാം നിങ്ങൾ ഇതംകാരാസ്പദമാക്കി വച്ചു പുലർത്തുമ്പോൾ ഈ കാമക്രോധ ലോഭമോഹാദികൾ കൊണ്ട് നിങ്ങളുടെ ഹോർമോണുകളിൽ വരുന്ന മാറ്റം അനുസരിച്ച് നിങ്ങളുടെ ഓജസ് ക്ഷയിക്കുന്നു. പിന്നീട് ഒരിക്കലെങ്കിലും ധ്യാനിക്കാൻ നിങ്ങൾ കഴിവില്ലാത്തവരായിത്തീരുന്നു. വാഗ്ഭടൻ ഇവിടെ പറയുന്നു, ഓജക്ഷിയേത ക്രോധക്ഷു ധ്യാന ശോക ശ്രമാദി. ഇവയെല്ലാം കൊണ്ട് ഓജസ് ക്ഷയിക്കുകയല്ലാതെ ജ്ഞാനമുണ്ടാവില്ല.
ഇതിന് കാരണം ഇതങ്കാരാസ്പദമായ ജഗത്തിനെ അപേക്ഷിച്ചിട്ടാണ് ധ്യാനിക്കുന്നത്. അന്ധക്കരണം ശുദ്ധമാകാതെ പോയി ധ്യാനിക്കാനിരിക്കരുത്. കടകടയ്ക്കരുത്, കണ്ണടയ്ക്കരുത്. അന്ധക്കരണം ശുദ്ധമായാൽ ധ്യാനിക്കണം. കാരണം ശുദ്ധമായ അന്ധക്കരണം ശൂന്യമാണ്. ഹഠയോഗികളൊക്കെ അതുകൊണ്ട് ശൂന്യത്തിലായി എത്തിച്ചേരുന്നത്. ആത്മാവിലല്ല. ശുദ്ധമായ അന്ധക്കരണത്തിൽ ഈശൻ വീഴണമെങ്കിൽ ഈശനെ ധ്യാനിക്കുക തന്നെ വേണം. അവനവന്റെ നിലയനുസരിച്ച് പലതും പറയാം. വരിയല അന്ധക്കരണത്തിലുള്ള വാസനകൾ പോയാൽ അത് ശൂന്യമാണ്. ആ ഗീത പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് ധ്യാനിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ശൂന്യത്തെ ധ്യാനിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. പ്രശാന്ത മനസ്സനായ യോഗി എന്ന് പറയുമ്പോൾ അതെ, അത് യോഗിയുടെ നിലയിൽ ശരിയാണ്. ഇന്നലെ വരെ വിഷയങ്ങളിൽ ഭ്രമിച്ചു നടന്നവൻ വിഷയമില്ലാതെ വന്നാൽ വിഷയത്തിന് പകരം അവിടെ വയ്ക്കാനൊന്നും അവന്റെ ഭാവനയിലില്ല. അതുണ്ടെങ്കിൽ പറഞ്ഞതൊക്കെ ശരിയാണ്. അതല്ലെങ്കിൽ ശൂന്യത്തിലേക്കാണ് ആ പോക്ക്. അതുകൊണ്ട് തന്നെയാണ് വാഗ്ഭടൻ വളരെ ഉറപ്പിച്ച് തന്നെ പറഞ്ഞത്. കാരണം ധ്യേയ വിഷയം ഇതംകാരാസ്പദമായ ജഗത്താണോ സാമാന്യാഹങ്കാരമുള്ള ജഗത്തല്ലാത്ത പരിച്ഛിന്ന അഹമല്ലാത്ത ഈശ്വരനാണ്. ക്രിയായോഗത്തിൽ ഇതാണ് പ്രശ്നം. ഈശാവാസ്യം അതിൻ്റെ ക്രിയായോഗത്തോടുകൂടി പഠിക്കുമ്പോൾ വൈപരീത്യം കൊണ്ട്, മുമ്പ് പറഞ്ഞതിൻ്റെ വൈപരീത്യം കൊണ്ടുവരുന്നതിന് വേണ്ടി അതിന് വിപരീത തലത്തിൽ പോകാൻ, അതിനാണ് ഭാഗവതം ഭക്തിയ എന്ന് പറഞ്ഞത്. ആ ഭജത് ഭക്തിയ, ഇവിടെ ധാതുവിന്റെ ആവൃത്തിയാണ്. സംസാര പ്രേമം കൊണ്ട് സംസാരവാസന ദൃഢമാവും. അപ്പോൾ പ്രകാശം ഇടയിലുണ്ടാകാൻ തുടങ്ങും. ഇത് തമോജന്യമായ ഇതങ്കാരാസ്പദ വിശ്വത്തെ ആച്ഛാദിതമാക്കുന്നതിന് സഹയോഗിയാണ് ആ ഇടയിൽ വരുന്ന പ്രകാശം. ഈശാവാസ്യം ഇതം സർവമാണ്. ഇങ്ങനെ എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈശ ശബ്ദത്തിനർത്ഥം നേരത്തെ നമ്മൾ കണ്ടു, കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ. അതാണ് ബ്രഹ്മം. ബ്രഹ്മം എങ്ങനെ കർത്താവാകും? കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈശാവാസ്യമൊക്കെ പഠിക്കാൻ പോകുമ്പോൾ എവിടുന്നെങ്കിലും ഒരു വ്യാഖ്യാനം കേൾക്കുമോ അല്ലെങ്കിൽ അല്പം പഠിക്കും, അടുക്കോടെ പഠിക്കാതെ.
ബ്രഹ്മം അകർത്താവാണ്. ആരോടെങ്കിലും തൽക്കാലം ഒന്ന് തർക്കിക്കാൻ മാത്രമൊക്കെ അത്രയൊക്കെ അറിയാമായിരിക്കും. അതുള്ള ആളുകളാണ് കൂടുതലും ഇതൊക്കെ പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അല്പം എവിടുന്നെങ്കിലുമൊക്കെ വായിച്ചവരാണ്. ഒന്നും വായിക്കാത്തവരും ഒന്നും അറിയാത്തവരുമാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് കേൾക്കാൻ ഏകാഗ്രതയില്ല. മനസ്സിലായില്ല. മറ്റത് ഇതൊരല്പം അറിയാവുന്നത് കൊണ്ട് അതിനനുഗുണമായി കേൾക്കുന്നത് മാത്രമേ കേൾക്കാനിരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ബോറടിക്കാൻ തുടങ്ങും. ശ്രവണത്തിന് പോലും പറ്റില്ല. അതാണ് വായന കൊണ്ടൊക്കെ വരുന്ന ഒരു വൈകല്യം. ആധുനിക കാലഘട്ടത്തിൽ എന്തായാലും നിങ്ങൾ വായിച്ചിട്ടാണ്. നെറ്റും വായനയും ബഹളവും ഒക്കെ കഴിഞ്ഞവർ. അതുകൊണ്ട് പിന്നെ ഇരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസാദ വിതരണവും കരിമീൻ പൊരിച്ചതും കൊണ്ടാണ്. കേൾക്കാൻ ആവശ്യം കൊണ്ടല്ല. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം വരുമോയെന്നറിയില്ല. ഇത് കഴിഞ്ഞൊരു പ്രസാദ വിതരണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചിരുന്നത്. ഇപ്പോഴാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള പണിയുണ്ട്. ഞങ്ങളിതൊരു സംഘടിത ശ്രമമാക്കി ഞങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ബ്രാഞ്ചുകളുണ്ടാകും. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ, അടുത്ത ഉപരിപഠനത്തിന് അഡ്മിഷൻ, അവിടെ ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നൊരു പ്രതീക്ഷയാണ് പിന്നെ ഇരുന്ന് കേൾക്കുന്നതിൻ്റെ കാരണം. ഇരിക്കുന്നതിൻ്റെ കാരണം അതാണ്. കേൾക്കാനൊന്നുമല്ല ഇരിക്കുന്നത്. ഫോട്ടോയിലൊക്കെ പെട്ട് ഇതിനകത്തൊക്കെ ഉണ്ടെന്ന് തോന്നിച്ചാലാണ് പിന്നെ അവിടെ അഡ്മിഷനൊക്കെ ഉള്ളത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിത് ഒരുമാതിരി ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകും. കാരണം ഇതിനകത്തിരിക്കുന്നവർക്ക് പോലും ചിലർ കൊണ്ട് വന്നിരുന്നു പോയി എഴുന്നേറ്റാൽ സ്വാമി നോക്കൂ, അടുത്തോണെ മരുന്നെഴുതുമ്പോൾ തരാതിരിക്കുമോ എന്ന് തോന്നി. മനസ്സിലായില്ല. പറയാതെ തന്നെ ഈ ബോധമുണ്ടാവും. ചിലപ്പോൾ അനൗൺസ് ചെയ്യുന്ന ആൾ പറയുകയും ചെയ്യും, ഇരുന്നാൽ നിങ്ങൾക്ക് ഇന്ന പ്രയോജനമൊക്കെ കിട്ടിയേക്കും. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. അത് ഇച്ഛ കൊണ്ടല്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ പ്രകാശം, ഇതങ്കാരാസ്പദമായ ജഗത്ത് അനുസ്യൂതമായി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരൈശപ്രകാശം ഉണ്ടാകും. അത് സാമാന്യജന്യമായ ഇതംകാരാസ്പദമായ വിശ്വത്തെ ആച്ഛാദിതമാക്കാൻ സഹായിക്കും. അതാ ഇവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈശാവാസ്യമിതം സർവമാണ്. ഈ ശബ്ദത്തിനർത്ഥം കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ. അത് ബ്രഹ്മം തന്നെ. അപ്പോഴാണ് നമുക്കൊരു സംശയം തോന്നുക, ബ്രഹ്മം എങ്ങനെ കർത്താവാകും? ബ്രഹ്മത്തിൽ കർത്തൃത്വാദിധർമ്മം ഉണ്ടായിക്കൂടാ. ഇതിനുത്തരമാണ് അക്ഷമാ ഭവതഃ ഇത്യാദി കൊണ്ട് സുരേശ്വരാചാര്യൻ പറഞ്ഞു. സംസാരം മുഴുവൻ ബ്രഹ്മത്തിൽ കൽപ്പിതമാണെങ്കിൽ പിന്നെ കർത്തൃത്വത്തിന്റെ ഭാവന ചെയ്യുന്നത് കൊണ്ട് എന്ത് വിഷമം? ജഗത്ത് തന്നെ ബ്രഹ്മത്തിൽ കൽപ്പിതമാണെങ്കിൽ കർത്തൃത്വം ഭാവന ചെയ്യുന്നതുകൊണ്ട് എന്താ ഇത്ര വിഷമം? മനസ്സിലായില്ല. ഭാവനയെ ജഗത്തുള്ളൂ. അപ്പൊ ഇതും കൂടെ ഭാവന ചെയ്ത എന്ത് മണ്ണാൻ കിട്ടവരാണെന്ന്
സുരേശ്വരൻ ശക്തമായി ചോദിക്കുന്നതാണ്. അത് തന്നെ നമുക്കിങ്ങ് എടുത്താൽ മതി എന്ന് സാരം. ഇല്ല. അതുകൊണ്ട് സംസാരം മുഴുവൻ ബ്രഹ്മത്തിൽ കൽപ്പിതമാണെങ്കിൽ പിന്നെ കർത്തൃത്വം കൽപ്പന ചെയ്യുന്നത് കൊണ്ട് വിഷമം എന്താണുള്ളത്? വ്യത്യാസം ഇത്ര മാത്രമാണ്. ഈശ്വരൻ, ജീവൻ ആദി വ്യാവഹാരിക സത്തയുള്ളവയാകൊണ്ട് സമാന സത്തയുടെ കർത്തൃത്വമാണ് ബ്രഹ്മം. വിഷമസത്തയുടെ കർത്തൃത്വമാണ് ബ്രഹ്മം. സമാന സത്തയുടെ കർത്തൃത്വമാണ് ജീവൻ. ഈശ്വരൻ, ജീവൻ ഇവയൊക്കെ ആദി വ്യാവഹാരിക സത്തയുള്ളവയാകൊണ്ട് സമാന സത്തയുടെ കർത്തൃത്വവും അതേസമയം ബ്രഹ്മം വിഷമസത്തയുടെ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ കേവലമായി ബ്രഹ്മം കർത്താവുമല്ല ഭോക്താവുമല്ല എന്നർത്ഥം. അതിനാൽ ഈശ്വരനിൽ കർത്തൃത്വം മിഥ്യയാണെന്ന് പറയണ്ട. ജഗത്താണ് മിഥ്യയെന്ന് പറയേണ്ടത്. എന്നാൽ ബ്രഹ്മത്തിൽ കർത്തൃത്വം മിഥ്യയാണ്. ഇവിടെയാണ് താത്വികമായ വഴിതിരിക്കുന്നത്. ഇതം, അതായത് ഇതംകാരാസ്പദമായ വാസ്യമാണ്, ആച്ഛാദനീയമാണ്. ഇതം മുഴുവൻ വാസ്യമാണ്. മുഴുവൻ ഇതവും കുറച്ചിതമല്ല. കുറച്ചിതം വാസ്യമാണെന്നല്ല പറഞ്ഞു. സമസ്ത ഇതം വാസ്യമാണ്. ഈ പക്ഷത്തിൽ വളരെ ഭാരിച്ച ഒരു പൂർവപക്ഷം ഉപസ്ഥിതമാണ്. ഇതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഴയ കാര്യങ്ങളിൽ നിന്ന് പറയുമ്പോൾ നോക്കിയാണ്. ആരോട് സംസാരിച്ചാലും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പഴയ കാര്യങ്ങളിലേക്ക് പോകും. മനസ്സിലായില്ല? പഴയ കാര്യങ്ങളിലേക്ക് പോകും. സ്വാമിജിമാരാണെങ്കിലും പോകും. സ്വന്തം പഴയ കാര്യങ്ങളിലേക്ക് പോകും. അപ്പൊ ഈശ്വര ദർശനത്തിനു വേണ്ടി പരിവ്രജനം ചെയ്യുമ്പോൾ പോലും അറിയാതെ പഴയ കാര്യങ്ങളിലേക്ക് പോകും. ഉന്നതരായ മഹർഷീശ്വരന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവരോട് ചോദിച്ചാൽ പറയും, ധ്യാനിച്ചാൽ പരമാത്മദർശനം ലഭിക്കും. ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു. ബോധ്യപ്പെടാതൊന്നും വിശ്വസിക്കണ്ട. അവരുടെ അടുക്കൽ ചെന്നാൽ അവർ ആത്മദർശനം ബോധ്യപ്പെടും. ആദ്യം നിങ്ങൾ പ്രളയത്തിന്റെ സ്മരണം ചെയ്യുക. നിങ്ങൾക്കിവിടെ വളരെ എളുപ്പം, അവിടെ അടുത്താണ് കടല്. ശരിയല്ല? ഒരു കുറച്ച് ദിവസം കടൽ തീരത്ത് പോവുക. പറ്റുമെങ്കിൽ ഒരു ബോട്ടിലൊന്ന് കയറുക. കടലിൻ്റെ നടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കര കാണാതെ, 4 ഭാഗത്തും കര കാണുകയില്ലാത്ത ഒരിടത്ത് എന്നും നിർത്തുക. എന്നിട്ടൊന്ന് നോക്കുക. മിടുക്കനാണെങ്കിൽ പോകണ്ട, ഞാൻ ഈ പറഞ്ഞ പോലെ ഭാവന ചെയ്ത് നോക്കിയാൽ മതി. അത്രയും മിടുക്ക് നിങ്ങൾക്ക് ഇല്ലെങ്കിലാണ് നിങ്ങളൊന്ന് പോയി നോക്കേണ്ടത്.
പോയി നോക്കിയിട്ട് വന്ന് 4 ഭാഗത്തും വെള്ളമാണ്, തണുത്ത ജലം മാത്രം. ആ പ്രളയത്തിന്റെ സ്മരണം ചെയ്യുക. ഒരല്പനേരം ഇരുന്നൊന്ന് ചെയ്തു നോക്കുക, നിങ്ങളുടെ ചിത്തം സ്ഥിരമാവും. ചിത്തസ്ഥൈര്യമുണ്ടാവും. വിഷയങ്ങളില്ലാതെ ചിത്തം അല്പനേരം ഇരിക്കും. ഇത് മെല്ലെ മെല്ലെ കൂടുന്നത് കാണാം. അങ്ങനെ ചിത്തം സ്ഥിരമായാൽ വീണ്ടും അതിൽ ഒരു വടവൃക്ഷം ഭാവന ചെയ്യും. മനസ്സിലായില്ല? ഭാവന ചെയ്യാം. അതിലെ ഒരു ഇല ആ നിശ്ചല ജലത്തിൽ വീണ് കിടക്കുന്നതായി ഭാവന ചെയ്യും. എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഒരു വടവൃക്ഷം വെറുതെ നിങ്ങൾ ഭാവന ചെയ്യും. അതിൽ നിന്നൊരില ആ കരകാണക്കടലിൽ വീണ് കിടക്കുന്നു എന്ന് ഭാവന ചെയ്യും. അതിലൊരു കുട്ടിയെ ഭാവന ചെയ്യും, കാലം ധരിച്ച് കിടക്കുന്നത്. ചിത്തം സ്ഥിരമായി കഴിഞ്ഞാണെങ്കിൽ കണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും ഈ സ്വപ്നവും ജാഗ്രതയും ഒക്കെ ഉണ്ടാക്കുന്നത് ചിത്തം മാത്രം. ഇത് ബോധ്യപ്പെടാനായി കാണുന്നത്. അല്ല ഇത് സത്യവും ബാക്കിയുള്ളതെല്ലാം അസത്യവും എന്നല്ല. ചിത്തമാണ് ജഗത്തിനെ ഉണ്ടാക്കുന്നത്. ഈ സംസാരം ദീർഘസ്വപ്നമാണ്. ദീർഘസ്വപ്നമിമം വിദ്ധി സംസാരം കോസലാത്മജ. ദീർഘം വാ ചിത്തവിഭ്രമം. ഇത് ബോധ്യപ്പെട്ടിട്ട് പഠിക്കണം. ബോധ്യപ്പെട്ടിട്ട് പഠിക്കുമ്പോൾ, ശ്രവണം ചെയ്യുമ്പോൾ ബോധ്യമാവും ഇതൊക്കെ സത്യമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ അത്ര ശരിയാണോ എന്ന് സംശയം ഉണ്ടാവുകയും നമ്മൾ കാണുന്ന ജഗത്ത് സത്യമാണെന്ന് ഉറക്കുകയും ചെയ്യും. സംസ്കാരം അതിലായതുകൊണ്ട് അതായി പഠിക്കാനുള്ള തടസ്സം. മറ്റത് അത് ഉറപ്പിച്ചിട്ടാണ് അതിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ജഗത്തിന്റെ ഉൽപ്പത്തിയും നിലനിൽപ്പും വിനാശവുമെല്ലാം ശക്തമായി പഠിക്കുന്നത് ഉറച്ചിട്ടാണ്. അതുകൊണ്ട് ശങ്ക വരില്ല. മറ്റൊരു ശങ്ക കിടക്കും, താരതമ്യം കിടക്കും. അതില്ലെന്ന് പറഞ്ഞാലും അപേക്ഷാബുദ്ധിയുടെ പ്രത്യേകതയും അതാണ്. അപ്പോ ഗീതയൊക്കെ 15-ാം അധ്യായത്തിൽ പറയുന്ന ഛന്ദാംസി യസ്യ പർണാനിയൊക്കെ ബോധ്യമാവും. മനസ്സിലായില്ല? നല്ലപോലെ കാണാൻ പറ്റും. മാർക്കണ്ഡേയൻ ധ്യാനിച്ചതുപോലെ ധ്യാനിക്കണം. ചിത്തം ചഞ്ചലമാവുമ്പോഴെല്ലാം നിങ്ങൾ ഇന്നു മുതൽ ഈ കരകാണക്കടലൊന്ന് ചിന്തിച്ചു നോക്കും. ചിത്തം സ്ഥിരമാകുന്നത് രോഗത്തിൻ്റെ ആവിർഭാവം, വേദനയുടെ ആവിർഭാവം, ഛർദി മുതലായ വികാരങ്ങളൊക്കെ വരുമ്പോൾ ഈ മരുന്നെല്ലാം മേടിച്ച് കഴിക്കാതെ, എഴുതിത്തരുന്ന ഞാനാണ്, ശങ്ക വേണ്ട. ആ ഞാൻ തന്നെ പറയുന്നു,
4 ഭാഗത്തും ഈ കടലിനെ ഒന്ന് ദർശിച്ചു നോക്കുക. 5 മിനിറ്റ് മതി കാണാൻ. അന്നേരമാണ് എല്ലാ ഭയവും പോകുന്നത്. അവിടെ അച്ഛനില്ല, അമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, നേതാവില്ല, അനുയായി ഇല്ലാത്തതുകൊണ്ട്, ഈ പ്രിയമുള്ളവരാരും ഇല്ലാത്തതുകൊണ്ട് ശത്രുക്കളില്ല. അതുകൊണ്ട് ഭയമില്ല. പ്രിയമുള്ളവരാണ് പ്രിയം തെറ്റുമ്പോൾ ശത്രുക്കളായി വന്നിട്ടുള്ളത്. പ്രിയമേ ഉള്ളൂ, അപ്രിയമില്ല. ഭാര്യയോട് വല്ലതും പറഞ്ഞാൽ അവളാണ് ശത്രുവായി തീർന്ന അയൽവക്കംകാരനെ കൂട്ടുപിടിച്ച് രാത്രിയിൽ ഉറങ്ങുമ്പോൾ കൊല്ലാൻ ഒതുങ്ങുന്നത്. നേതാവുമായി തെറ്റുമ്പോൾ അയാളാണ് ഗുണ്ടയെ വിടുന്നത്. ഇതൊന്നുമില്ല. പ്രിയമില്ലാത്തിടത്ത് ഈ കരകാണക്കടലിൻ്റെ നടുക്ക് ഭയപ്പെടാനുള്ളതൊന്നുമില്ല. ഇവരെല്ലാം ഉണ്ടെങ്കിലാണ് ഭയമുള്ളത്. അനന്തതയിൽ ഒട്ടും ഭയമില്ല. അത് പോയി ഒന്ന് ധ്യാനിക്കാതിരുന്നിട്ടുള്ള ഭാവനയിൽ ഈ ലോകത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ ഭയമുണ്ടാകുമെന്നുള്ള സങ്കല്പത്തിലെ ചോദ്യമാണ്, യാഥാർത്ഥ്യത്തിലെ ചോദ്യമല്ല. യാഥാർത്ഥ്യത്തിൽ ബന്ധുജനങ്ങളെല്ലാം ഉള്ളപ്പോഴേ ഭയമുള്ളൂ. ഇവരാരും ഇല്ലാത്തത് ഒരു ഭയമില്ല, അഭയമാണ്. അല്ല, അതൊന്നും വിചാരിക്കണ്ട. കാരണം വെച്ചാൽ അങ്ങനെയൊക്കെ വിട്ടേര്. എന്നിട്ട് വെറുതെ 4 ഭാഗത്തും കടലൊന്ന് ധ്യാനിച്ചാൽ തന്നെ ചിത്തം ശാന്തമാവും. പരീക്ഷിച്ച് നോക്കാതെ അടുത്ത ഭാഗം എന്നോട് സംശയം ചോദിക്കരുത്. അത് നിങ്ങൾ വേറെ ആരെയോ പഠിപ്പിക്കാൻ പോകാനുള്ള ചോദ്യമാണ്. അതെൻ്റെ അടുക്കെന്ന് ഉടനെ വേണ്ട. ഞാൻ അധ്യാപകരെ സൃഷ്ടിക്കാറില്ല. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള അകലും. കോഴ്സ് പൂർത്തിയാക്കി തന്ന് സർട്ടിഫിക്കറ്റ് തരുന്ന പരിപാടിയേ എനിക്കില്ല. അത് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരിടത്തും പോയി പഠിപ്പിക്കാനാവില്ല. മാത്രമല്ല, ഇതിൻ്റെ ആ കോർ സാധനം ഞാൻ അത്ര വേഗം തരത്തും. ഗുണമുണ്ടായിരുന്നത് അത് പെട്ടെന്ന് കിട്ടുമ്പോഴല്ല, വിശുദ്ധ അന്ധക്കരണം വരുമ്പോഴാണ്. അതുകൊണ്ട് എന്നോട് സ്നേഹിച്ചു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതെനിക്ക് അറിയുകയും ചെയ്യാം. അതിലെനിക്ക് നിങ്ങളോട് ദേഷ്യവും വരില്ല. അത് കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് ഈ സിലബസ് തീരുമെന്നൊന്നും കരുതണ്ട. ഇത് തീർന്നിട്ട് വേണമല്ലോ ഒരു പരീക്ഷയില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പോയി ഒന്ന് പരീക്ഷ നോക്കുക. പറഞ്ഞത് അത് പരീക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിത്തസ്ഥൈര്യം ഉണ്ടാകുമോ എന്ന് നോക്കുക. ഞാൻ എഴുതി തന്ന 100,000 മരുന്നുകൾ നിങ്ങളുടെ കാശ് പോകുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ സാധനം നിങ്ങളുടെ വേദന പോകും. ഒരു സ്പർശനം കൊണ്ടും ഒരു ദർശനം കൊണ്ടും ചിത്തസ്ഥൈര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വലിയ നേട്ടമാണ്, മഹത്ത് നേട്ടമാണ്. ഒരു സ്പർശനവും ദർശനവും കൂട്ടായ്മയും ചിത്തസ്ഥൈര്യത്തെയാണ് കളയുന്നതെങ്കിൽ മഹതീ വിനഷ്ടിയ. മഹത്തായ നഷ്ടമാണ്. അതുകൊണ്ട് ഒന്ന് നോക്കുക. നോക്കിയിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് അത് കഴിഞ്ഞ് തീരുമാനിക്കുക. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊന്നും കളിക്കാതിരിക്കുക.
പതുക്കെ പതുക്കെ മനസ്സ് അമനീകരിക്കുക. മഹാസാഗരത്തെ സ്മരിക്കുക. അവിടെ വെള്ളമല്ലാതെ ഒന്നുമില്ല. പതിവായി രാവിലെ ഇങ്ങനെ ചെയ്യാമെങ്കിൽ നല്ലതാണ്. ഞാനത് എളുപ്പത്തിന് പറഞ്ഞതാണ്. ഇപ്പൊ ചിത്തസ്ഥൈര്യത്തിന് പറഞ്ഞത്, ചിത്തസ്ഥൈര്യത്തിന് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് വെള്ളമല്ലാതെ ഒന്നുമില്ലാത്ത കടൽ ഭാവന ചെയ്താലും മതി എന്നാണ്. കുറച്ച് ഈശ്വരവിശ്വാസമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മറന്നുപോകാൻ പറ്റാത്ത ഒരു രൂപമാണ് ഭാരതീയ സംസ്കാരത്തിലെ അത് എല്ലാം. അതൊക്കെ വേദാന്തമാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അത് നല്ലതാണ് അങ്ങനെ ധ്യാനിക്കാമെങ്കിലെന്നും ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ സാധാരണ ഭാരതീയനെ സംബന്ധിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ് കൃഷ്ണനും കൃഷ്ണസങ്കല്പവും ഒക്കെ എന്ന ഒരു ഭക്തിയിൽ നിന്നാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. ആ ഉദാഹരണത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. അത് സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനത് വളരെ എളുപ്പത്തിൽ പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ കേരളത്തിലെ ഒട്ടനവധി മുസ്ലിം കുട്ടികളുടെ കയ്യിൽ, പെൺകുട്ടികളുടെ കയ്യിൽ, ചെറുപ്പക്കാരായ പെൺകുട്ടികളുടെ കയ്യിൽ അവരുടെ പുസ്തകത്തിനുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് പലപ്പോഴും ഒരു മയിൽപ്പീലിക്കണ്ണും ഒരു കൃഷ്ണന്റെ ചിത്രവും വരെ ആയിട്ടിരിക്കുന്നു. അവരേതായാലും പഠിച്ചിട്ട് ഒളിപ്പിച്ചു കൊടുക്കുന്നതല്ല. റിയാലിറ്റി ഷോയിലും മറ്റും കൃഷ്ണഭക്തി ഗാനങ്ങൾ മനോഹരമായി പലപ്പോഴും ഇഴുകിച്ചേർന്ന് പാടുന്നത് അവരായി തീർന്നിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. വിഗ്രഹാരാധന ഇല്ലാത്ത സംസ്കാരത്തിലൂടെ ഇത്തരം സംസ്കാരങ്ങളെ താലോലിക്കാത്ത സംസ്കാരത്തിലൂടെ വന്ന് അതിലെത്തിച്ചേരുന്നു എന്ന് വരുമ്പോൾ ചിത്തസ്ഥൈര്യത്തിൻ്റെ ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സഹായകമായൊരു ബിംബം നിങ്ങൾക്ക് തന്നു എന്നേ അർത്ഥമുള്ളൂ. ക്ലിയർ? അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം. പറഞ്ഞതിൽ അതിശയോക്തി എത്രത്തോളം ഉണ്ട് അത് വെച്ച് തന്നെ നേരിടുകയും ചെയ്യാം. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് മാർക്കണ്ഡേയൻ ചെയ്ത പോലെ വിശാലമായ കടൽ പതിവായി ഭാവന ചെയ്യുക. മറ്റേ കൃഷ്ണനെയൊക്കെ അങ്ങ് വിട്ടേക്കുക. ഇനി അതും വേണ്ട. ചിത്തസ്ഥൈര്യം വന്ന് 2 മാസം കൃത്യമായി ചെയ്ത് ദർശനം ഉണ്ടായില്ലെങ്കിൽ എന്നോടൊന്ന് പറയുക. മാക്സിമമാണ് 60 ദിവസം ഞാൻ പറഞ്ഞു. അത്ര എളുപ്പമാണ്. ഒരു മിനിറ്റ് പറ്റിയാൽ 1 മിനിറ്റ്. ടൈമേ പ്രശ്നമല്ല. കാരണം സമയം മനസ്സാണ്. നിങ്ങൾ അതിനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മണിക്കൂറുകൾ അങ്ങനെ ഇരുന്നു പോകും. ചിലപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് ഇതങ്ങ് മറഞ്ഞു പോയിട്ട് വേറെ ചിന്തകൾ വരും. അപ്പോൾ ഏറ്റിങ്ങി പോന്നാൽ പിന്നെ അവിടെ ഇരിക്കണ്ട. പിന്നെ ഇരുന്നാൽ നിങ്ങൾ ധ്യാനിക്കുന്നത് ഇതാവില്ല. അതുകൊണ്ട് എൻ്റെ ഈ പണിക്കകത്ത് നിങ്ങളെ പറ്റിക്കാനുള്ള പണിയൊന്നുമില്ല. ഇത്ര സമയം ഇരുന്നിരിക്കണം എങ്കിലേ കാണുള്ളൂ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഇരിക്കുന്നത് കൃത്യമായിരിക്കണം. 1 സെക്കൻഡ് ആയാലും 1 മണിക്കൂറായാലും അത് നിങ്ങൾ പാലിച്ചാൽ നല്ലത്. എല്ലാ ദിവസവും ഒരേ സമയത്തായാൽ നല്ലത്. അല്ലെങ്കിലും കാണും. ഒരു കണ്ടീഷനും ഇല്ലാതെ ദർശനം ലഭിച്ചിരിക്കും. ഈ കാര്യം എനിക്ക് ഉറപ്പാണ്.
എനിക്ക് ശങ്കയിലേക്ക് എടുക്കും. ഇന്ന് വരെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഒരാളും വന്ന് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല. ചെയ്തിട്ട് ചെയ്യാതെ വന്ന സൂത്രത്തിലൊക്കെ പറയും, സ്വാമി നോക്കി ഒരു രക്ഷയും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളും തമാശയായിട്ട് പറയും, ഒരു രക്ഷയും കിട്ടുമെന്ന് എനിക്കും തോന്നുന്നില്ല. മറ്റുള്ളത് കിട്ടും. ഇതൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചിപ്പാന്ന് പോവും. ആലസ്യം കാരണം ചെയ്യുകയൊന്നുമില്ല. 2 മാസം കഴിയുമ്പോൾ ഒരു സംഭാഷണത്തിന് ഇട കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ എങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഓടി വന്നിട്ട് പറയും, സ്വാമി പിന്നെ അന്നൊരു കാര്യം പറഞ്ഞല്ലോ, അത് കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചെയ്ത് നോക്കി, ഒരു പ്രയോജനം ഉണ്ടായില്ല. എങ്ങനെയാവും ചെയ്യുന്നത്? ചിലർ ഈ മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നില്ല, ഇത് മേടിച്ചുകൊണ്ട് പോകും. അവൻ വളർത്തുന്ന നായ്ക്ക് കൊടുത്താൽ ഇവൻ്റെ ശരീരത്തിൽ പകുതി പ്രയോജനം കിട്ടും. അതുപോലും കൊടുക്കില്ല, അവിടെ അലമാരി കൊണ്ടുപോകും. മനസ്സിലായില്ല? അതേ കഴിക്കാനൊരു സംശയം, ഇതിനകത്തും വല്ല മെറ്റാലിക് കണ്ടന്റും ഉണ്ടോന്ന് അതുകൊണ്ട് വെച്ചിരിക്കുക. ഇത് കഴിക്കുമ്പോൾ ആയുർവേദമല്ലേ, അങ്ങനെ കഴിക്കരുതെന്ന് വേറൊരു അലോപ്പതിക്കാരൻ പറഞ്ഞു. കഴിക്കാൻ ഇനിയും തുടങ്ങിയില്ല, ഒരു നല്ല നാട് കിട്ടിയില്ല. മനസ്സിലായില്ല? ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 8-10 മാസം കഴിയുമ്പോൾ ഈ ബില്ലൊന്നും എടുക്കാതെ ഇനി വരും. എന്നിട്ട് ആ കടയിൽ നിൽക്കുന്നവരോട് അങ്ങ് തെറി തുടങ്ങും, തിരിച്ചെടുക്കണമോ? അപ്പോൾ അവർ പറയുന്നത് ഇനി ആർക്കും കൊടുക്കാൻ പറ്റില്ല, ഇവിടെ എടുക്കാൻ പറ്റില്ല, ബില്ല് കൊണ്ടുപോകാൻ. ബില്ലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച ഒന്ന് മേടിച്ചതാണ്, അല്ലാതെ നിങ്ങൾ ബില്ലും കൊണ്ടുപോകാം. പിന്നെ അവരോടുള്ള മല്ല് കഴിഞ്ഞ് പിന്നെ നേരെ മോളി സാമ്യം എടുക്കാൻ മല്ല്. ചിലരെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരും. ഞാൻ അവരോട് പറയും, അവിടുന്ന് ഏതായാലും കിട്ടില്ല. ഇപ്പോൾ ഉറക്കെ തന്നെ പറഞ്ഞേക്കാം, അവിടുന്ന് കിട്ടുകയില്ല. പൈസയുടെ മോഹം കൊണ്ടാണ് ഞാൻ പോക്കറ്റിൽ തരാം, മരുന്ന് നിങ്ങൾ പറമ്പിക്കണം. ചില നല്ലവർ പറയും, അയ്യോ സ്വാമിയുടെ പൈസയൊന്നും വേണ്ട. ചിലർ പറയും, എന്നാലും അതിന് തന്നാൽ ഞാൻ കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ കാങ്കയും കൊടുക്കും, ചില പുളവന്മാർക്ക് കാങ്കയും കൊടുക്കും. കാരണം അടുത്തവനും വരികയാണെങ്കിൽ അറിയാവുന്നത്, എനിക്ക് ഈ കച്ചവടത്തിൽ നഷ്ടവുമില്ല ലാഭവുമില്ല. മനസ്സിലായില്ല? അപ്പൊ ഇതൊക്കെ കണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നമ്പറൊന്നും നടക്കില്ല പറഞ്ഞത്. അവിടെ നിങ്ങൾ പോയിരുന്ന് നല്ല പോലെ ഏകാഗ്രമായി നോക്കുക, കണ്ടിരിക്കും. കാരണം ചിത്തത്തെ അത്രയും അറിയാം. ആരുടെ ചിത്തമായാലും ശരി കണ്ടിരിക്കും. എവിടെ വെച്ചു ആകാമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷെ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ചെയ്യാതെ നടക്കുക. ആളുകൾക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഭാവാത്മകമായി അറിഞ്ഞിരുന്നാൽ മതി. അതിനെ ഇതൊക്കെ പഠിക്കാനായിട്ട് പോകും. അത് ശരിയല്ല. സക്രിയമായുള്ളതാണ് പറഞ്ഞത്. കുട്ടിക്കാലത്താണെങ്കിൽ നല്ല ശ്രദ്ധയുണ്ടാവും. കുട്ടികളിലാണ് ഇത് 2 മാസമൊന്നും വേണ്ട. കണ്ടു അത് കുട്ടികൾക്കാകുമ്പോൾ എളുപ്പമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഇരിക്കില്ല. കാരണം ഇപ്പൊ കുട്ടികളില്ല, ബാല്യമില്ല, ശൈശവമില്ല. കുട്ടികൾക്ക് ജനിക്കുമ്പോഴേ വലിയ മുളകി പിന്നെ ഇവിടെ ശൈശവം. ശൈശവമില്ല, ബാല്യം കുഞ്ഞുങ്ങൾക്കില്ല. സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെയാണ് കുട്ടികൾക്ക്. തന്തയോ തള്ളയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ സ്ട്രെസ് തുടങ്ങുക. പല കുട്ടികൾക്കും തള്ളമാരെ വിശ്വാസമില്ല. പഴയ കാലത്ത് തന്തയായിരുന്നു വിശ്വാസം. അതുകൊണ്ട് തന്തയുടെ പുറകെയാണ് നടന്നിരുന്നത്. അപ്പൊ കണ്ണിലെണ്ണ ഒഴിച്ച് തള്ളയുടെ പുറകെ നടക്കുന്നത്.
ബാക്കിയൊക്കെ ഞാൻ വിശദീകരിച്ചു തന്നാൽ നിങ്ങൾ ആകെപ്പാടെ വിഷമിക്കും. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ശൈശവം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണ് ഇത് എളുപ്പം. അപ്പോൾ അതുകൊണ്ട് തർക്കവിതർക്കങ്ങളോ ഉപേക്ഷാത്മക പ്രവണതയോ കുട്ടികൾക്കില്ല. നിങ്ങൾക്കാകുമ്പോൾ ഇത് രണ്ടുമുണ്ട്. അവർക്ക് കേൾക്കുമ്പോഴേ ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള പ്രവണതയുണ്ട്. ഇത് കൃത്യമായി കാണും. കുതർക്കം ചെയ്താൽ തന്നെ കൊച്ചുകുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ അത് നിഷ്കളങ്കമാണ്. നമ്മൾ നിഷ്കളങ്കമായി ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലെന്നുള്ളതാണ് പ്രത്യേകത. സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു തീരുമാനം എടുത്തിട്ടാണ്, അതൊട്ട് പറയുകയില്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോ ചിത്ത ഏകാഗ്രതയുണ്ടായാൽ കാണും. അപ്പം ഇങ്ങനെ ഒരു 3-4 ദിവസം പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ സാഗരം ഇങ്ങനെ തോന്നും. അതിൽ പൂർണ്ണമായി ദർശനവും. അപ്പോ ഈശാവാസ്യാദി ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ കുട്ടിക്കാലത്ത് ഈ ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രായമെത്തുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. ഈശാവാസ്യത്തിലെ പ്രഥമ മഹാവാക്യം വരുമ്പോൾ ഓർമ്മ വരും, ഈശാവാസ്യമിതം സർവം. അതിനാണ് കുട്ടിക്കാലത്ത് ഇത് ചെയ്യേണ്ടത്. വാസ്യമോ അല്ലേ, സർവം ഇവിടെ ഇത് വിവക്ഷിതാർത്ഥമാണ്. അപ്പോൾ അതിൽ സങ്കോചത്തിന് അവകാശമില്ല. പ്രളയജലം, ഇത് വടവൃക്ഷം, ഇത് ശ്രീകൃഷ്ണൻ എന്നിങ്ങനെ ഇതംകാരം സർവത്ര സ്പഷ്ടമാണ്. അപ്പോ ഏത് തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്കിത് എളുപ്പമാവും. അപ്പൊ സ്വപ്ന തുല്യം കാണപ്പെടുന്ന ഈ ജഗത്ത് മറയുകയും ഈശ്വരൻ മാത്രമാവുകയും ചെയ്യും. അപ്പോ ഏത് സ്വപ്നത്തിനും സൂചനയുമുണ്ടെന്ന് ബോധ്യമാവും. ജാഗ്രത പോലെ തന്നെ സ്വപ്നവും നിയാമകമായി തീരുകയും ചെയ്യും. കാരണം ഈ കണ്ടതൊക്കെ ഒരു സ്വപ്നമല്ലേ, ജാഗ്രത അല്ലല്ലോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. ജാഗ്രത്തിൽ കാണുമോ? ജാഗ്രത സത്യമാണെന്നുള്ള തോന്നൽ കൊണ്ടാണ് ഈ ചോദ്യം. ജാഗ്രത്തിനേക്കാൾ സൂക്ഷ്മവും തീവ്രാനുഭവ പ്രധാനവുമാണ് സ്വപ്നം. സ്വപ്നം കൊണ്ടാണ് ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയൊക്കെ സ്നേഹിക്കുന്ന, ജാഗ്രത കൊണ്ടല്ല. സ്വപ്നം കുറഞ്ഞപ്പോഴാണ് കലഹം കൂടുന്നത്. ശരിയാണെന്ന് ആലോചിച്ചുകൊള്ളുക. പഴയ കാലത്ത് സ്വപ്നമാണ് തീവ്രമായി നിൽക്കുക. വർത്തമാനകാലത്ത് ജാഗ്രത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ് പാരസ്പര്യങ്ങൾ അറ്റുപോകുന്നത്. അതുകൊണ്ട് സ്വപ്നത്തിന് തീവ്രത കൂടും. അതുകൊണ്ട് സ്വപ്നം മനസ്സ് തന്നെ സൃഷ്ടിക്കുന്നതാണ്.
ജാഗ്രത് വിഷയവും മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന് സൃഷ്ടിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെക്കാൾ ഇന്ദ്രിയങ്ങൾ നമ്മോട് അടുത്തവയാണ്. ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സ് നമ്മോട് അടുത്തതാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് സത്യത്തിലേക്ക് ജാഗ്രത്തിനേക്കാൾ അടുക്കുന്നത് സ്വപ്നത്തിലൂടെയാണ്. സ്വപ്നത്തിന്റെ തീവ്രത ജാഗ്രത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ പ്രേമത്തിന് ശക്തി കൂടുതലും, കഴിച്ചു കഴിഞ്ഞാൽ ശക്തി കുറഞ്ഞു പോകും. ജനിക്കുന്നതിന് മുമ്പുള്ള കുഞ്ഞിനെ സ്നേഹിക്കുന്നിടത്തോളം നിങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കുന്നതും അതുകൊണ്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പം സമ്മതമൊന്നും ആവില്ല. അതല്ലേ സ്വപ്നമല്ലേ? അവിടെ നിങ്ങളുടെ മനസ്സാണ് അത് സൃഷ്ടിക്കുന്നത്. മനസ്സിന്റെ സൃഷ്ടിയോടുള്ള താതാത്മ്യം വസ്തുവായി പുറത്തിരിക്കുന്നതിനോടില്ല. വസ്തു പുറത്തായിരിക്കുന്നു. മനസ്സ് അതായിത്തീർന്ന വിഭൂതിയോടുള്ള സ്നേഹവും ബഹുമാനവും വാത്സല്യവും ഒന്നും വസ്തുവിനോടില്ല. മനസ്സാണല്ലോ വസ്തുവായിത്തീരുന്നത്. അത്രൈഷ ദേവഃ സ്വപ്നേ മഹീമാനമനുഭവതി യത് ദൃഷ്ടം ദൃഷ്ടമനുപശ്യതി ശ്രുതം ശ്രുതമേവ അനുശൃണോതി ദേശദിഗന്തരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി എന്നെല്ലാം പ്രശ്നോപനിഷത്ത് വളരെ ഭംഗിയായി പറയുന്നത് ഇത് മനസ്സ് തന്നെ പലതായിത്തീരുക എന്ന വിഭൂതിയെ കൈക്കൊണ്ടുകൊണ്ടുണ്ടാക്കിയതാണ്. എൻ്റെ മനസ്സ് തന്നെയാണ് ആ വസ്തു, മറിച്ച് മറ്റത് എൻ്റെ മനസ്സല്ല. അതിലെ കുറെ അംശങ്ങളെ എൻ്റെ മനസ്സുള്ളൂ. ജാഗ്രത്തിൽ കാണുന്ന ഈ സാധനത്തോട് ചില അംശങ്ങളിലേ എനിക്ക് പ്രിയമുള്ളൂ. കാരണം ഇത് പൂർണ്ണമായും എൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയല്ല, മറിച്ച് എൻ്റെ സ്വപ്നത്തിനകത്തെ വസ്തു പൂർണ്ണമായും എൻ്റെ സൃഷ്ടിയാണ്. അത് ഞാൻ സൃഷ്ടിച്ചതാണ്. അത് എല്ലാ അർത്ഥത്തിലും വ്യാപ്തിയിലും ഞാൻ തന്നെയാണ്. സ്വപ്നം കുറച്ചുകൂടെ അടുത്തായിരിക്കും. അതുകൊണ്ട് വസ്തുത കാണുന്നവനും കൽപ്പിതമാണ് തന്നെ. ദ്രഷ്ടാവും അവിടെ കൽപ്പിതമായിരുന്നു, ദൃശ്യവും കൽപ്പിതമായിരുന്നു. ത്രിപിടിയുടെ കൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ദ്രഷ്ടാവ് അധിഷ്ഠാന ചേതനയെ സ്വീകരിച്ച് സത്യമാണെങ്കിൽ ദൃശ്യവും അധിഷ്ഠാന ചേതനയാൽ സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ ദൃഷ്ടത്തിലും ദ്രഷ്ടാവിലും ചേതന സമമായി നിൽക്കുന്നു. സ്വപ്നത്തിൽ കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവും ഒരേ ചേതനയുടെ സൃഷ്ടിയാണ്. അതുകൊണ്ട് സർവസമാനതയുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് രണ്ടും തമ്മിൽ സർവസമാനതയുണ്ട്. ദൃശ്യവും രണ്ടും സമാനമാണ്, ചേതനയാൽ സമാനമാണ്. അപ്പൊ ജാഗ്രത്തിലും കാര്യം ഇത് തന്നെയാണ്. ഒന്ന് വ്യാപകം, അവിടെ ചൈതന്യം വ്യാപകമാണ്. അതിലൊരംശത്തിൽ നാം ദ്രഷ്ടാവിനെ ഉണ്ടാക്കുന്നു, രണ്ടാമത്തെ അംശത്തിൽ ദൃശ്യത്തെ ഉണ്ടാക്കുന്നു, മൂന്നാമത്തെ അംശത്തിൽ ദർശനം നടക്കുന്നു.
കാണുന്നവൻ, ഞാൻ കാണുന്ന വസ്തു, എൻ്റെ കാഴ്ച എന്ന അവസ്ഥ മൂന്നായി ഒരേ ബോധമാണ് പിരിയുന്നത്. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ടു വിളങ്ങും അമ്മഹത്താം അറിവിലമർന്ന് അത് മാത്രമായിടേണം. ആത്മോപദേശിച്ചത് ഗുരു കുറച്ചുകൂടി ഇതായിട്ടാണ് പറയുന്നത്. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. ചുമ്മാങ്ങിയെന്ന് എളുപ്പത്തിലൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ ആളുകൾക്ക് പറ്റില്ല. അല്ല, ആ ബോധം മാത്രമായിട്ടില്ല. കാരണം ഇത് ആകെ ഒരു ബോധമേ ഉള്ളൂ. അതായി പിരിഞ്ഞിരിക്കുന്നതല്ല. ഇതംകാരാസ്പദമാണ്. സ്വപ്നത്തിലിരിക്കുന്ന നമ്മെ സ്പഷ്ടമായി പ്രതീതമാക്കുന്നത്. സ്വപ്നവേളയിൽ നമ്മൾ സ്പഷ്ടമായി പ്രതീതമായി കാണുന്നത്. ഇവിടെ ഇരിക്കുന്നു, ദില്ലിയിലൂടെ നടക്കുന്നു, യമുന കാണുന്നു. അപ്പോൾ ആ ദില്ലിയിലൂടെ നടക്കുന്നവൻ, ആ ദ്രഷ്ടാവ് നിങ്ങളുടെ കൽപ്പിതമാണ്. മനസ്സിലായി? യമുനയും കൽപ്പിതമാണ്. കൽപ്പിതമാണ്. കാണുക എന്ന പ്രക്രിയയും കൽപ്പിതമാണ്. കാണുന്നുണ്ടല്ലോ. കാണുക മാത്രമല്ലല്ലോ, അവിടെ പോയത് ഇവിടുന്ന് മോഷ്ടിച്ചിട്ടാണ് പോയത്. അവിടെ മോഷ്ടിച്ചിട്ട് എന്ന നിങ്ങൾ അവിടെ കൂടെ നടക്കുമ്പോഴാണ് ഇവിടെ നിങ്ങളെ അന്വേഷിക്കുന്ന പോലീസുകാരനെ കാണുന്നത്. കണ്ടപാടെ ഭയം വന്നു, ഡെഫിക്കേറ്റിംഗ് സെൻറ്റർ തട്ടി, മൂത്രമൊഴിക്കാൻ മുട്ടി, അപ്പം മൂത്രമൊഴിച്ചു. രാവിലെ കേൾക്കുമ്പോൾ ബെഡ് നനഞ്ഞത്. മനസ്സിലായില്ല? ഇതിന് ജാഗ്രത വേണ്ട. യമുനയുടെ ഓളങ്ങളിലൂടെ നടന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ കമിതാവിനെ കണ്ടുമുട്ടുന്നത്, അവളോടൊപ്പം കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്, ബന്ധപ്പെടുന്നത്. രാവിലെ ഏറ്റ് കഴിയുമ്പോൾ തുണി നനയ്ക്കാൻ കൊണ്ടുപോകേണ്ടി വരും. ശങ്ക വേണ്ട, ശൂന്യത്തിലാ സൃഷ്ടി, അവളില്ല. അതുകൊണ്ട് ഈ ജഗത്ത് ശൂന്യത്തിലുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ബോധത്തിൽ കൽപ്പിതമാണ്, ഉണ്ടാകും. വേദാന്ത കേസരി ശങ്കരൻ പറഞ്ഞ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ. എക്കാലത്തെയും നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശങ്കരൻ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് പറഞ്ഞത്. കാലഘട്ടം ഒന്ന് മാറ്റി പറഞ്ഞു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജഗത്ത് കൽപ്പിതം തന്നെയാണ്. ദ്രഷ്ടാവ് കൽപ്പിതം തന്നെയാണ്. ദൃശ്യം കൽപ്പിതം തന്നെയാണ്. ദർശനം കൽപ്പിതം തന്നെയാണ്. കൽപ്പനയിലെ ദ്രഷ്ടാവ്, കൽപ്പനയിലെ ദൃശ്യം, കൽപ്പനയിലെ ദർശനം. ഇതൊരു കളിയാണ് ഈ ജഗത്ത്. ജാഗ്രതും അങ്ങനെ തന്നെ. തീർച്ചയായും ജാഗ്രതയിലല്ല എന്തോ ഉള്ളത്. ജാഗ്രത്തിൽ നിന്നുകൊണ്ട് ജാഗ്രത കൽപ്പിതമല്ലെന്ന് പറയാം. സ്വപ്നത്തിൽ വെച്ച് ഈ ജാഗ്രത കൽപ്പിതമല്ലേ? സ്വപ്നത്തിൽ വെച്ച് സ്വപ്നം കൽപ്പിതമല്ല.
മനസ്സിലായില്ല? ജാഗ്രത്തിൽ വരുമ്പോൾ സ്വപ്നം കൽപ്പിതമാണ്. ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് കയറുമ്പോൾ ജാഗ്രത് കൽപ്പിതവും, സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തിയിലേക്ക് കയറുമ്പോൾ ജാഗ്രതും സ്വപ്നവും കൽപ്പിതവുമാണ്. അവിടെ എങ്ങനെയാണ് ജാഗ്രതും സ്വപ്നവും സത്യമാകുന്നത്? ജാഗ്രത്തിൽ ഇന്ന് സത്യമാകുന്നത് ഇന്നലെ എന്നതിലേക്ക് കടന്നുപോയി നാളെയായാൽ കൽപ്പിതമല്ലേ? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ജഗത്ത് 500 കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യൻ വന്ന് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ അവന് കൽപ്പിതമായി തോന്നൂലേ? മനസ്സിലായില്ല? അന്നത്തെ ലോകം ഉണ്ടോ ഇവിടെ? മനസ്സിലായില്ല? ഇന്നലെ ജീവിച്ചവന്റെ കൽപ്പനയിലുള്ള ലോകത്താണ് ഇന്ന് ജീവിക്കുന്നവൻ ജീവിക്കുന്നത്. വർത്തമാനത്തിൽ ബോധം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സത്യമാണ്. അല്ല, വർത്തമാനം മുഴുവൻ സത്യമല്ല. ബോധം മാത്രമാണ് വർത്തമാനം, ബാക്കിയൊക്കെ ഭൂതമോ ഭാവിയോ ആണ്. വിഷയസംബന്ധം വരുമ്പോൾ ബോധം ഭൂതമായോ ഭാവിയായോ മാറുന്നു, കാലഗണനയെ മാറുന്നു. അതുകൊണ്ട് മൂന്നും ഇതംകാരാസ്പദമാകയാൽ ജാഗ്രത്തിലും കൂടി ഇവ മൂന്നും ദ്രഷ്ടാവ്, ദർശനം, ദൃശ്യം ഇതംകാരാസ്പദമാകയാൽ മൂന്നും വാസ്യമാണ്. അഥവാ ദ്രഷ്ടാവിനെ വിട്ട് ദൃശ്യകൃഷ്ണാദികളെ വിട്ട് ബാക്കിയെല്ലാം വാസ്യമാണ്. യുഷ്മദസ്മത് പ്രത്യയ ഗോചരം ഏതാണ്? വിഷയം യുഷ്മത് പ്രത്യയഗോചരമാണ്, വിഷയി അസ്മത് പ്രത്യയഗോചരമാണ്. ഇത് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മസൂത്രത്തിൽ. യുഷ്മദസ്മത് പ്രത്യയഗോചരയോ വിഷയ വിഷയിണ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വപ്നത്തിൽ സ്വയം നമ്മെ തന്നെ കാണുന്നത് വിഷയം തന്നെ. ഇവിടെ കൃഷ്ണാദികളെ കാണുന്നതും വിഷയം തന്നെ. പഞ്ചപാദികാകാരൻ പത്മപാദാചാര്യൻ അഹത്തെയും ശുദ്ധമാണെന്ന് അതുകൊണ്ട് മാനിക്കുന്നില്ല. സമയം തരും. അയ്യോ, നിങ്ങൾ 11:30 ആവും പറയണം. അപ്പൊ നമുക്ക് പത്മപാദാചാര്യനെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശം ശം ശാന്തി. എന്നൊരു സമയമൊന്നും ഓർപ്പിക്കണേ. ഞാൻ ചിലപ്പോൾ അങ്ങ് വിട്ടുപോകും, മിക്കവാറും കൃത്യസമയത്ത് നിർത്തും. അപ്പൊ അത്രയും പോരട്ടെ അല്ലേ? 2-3 മാസമായിട്ട് ഇത്രയും പോരട്ടെ. കുഴപ്പമില്ല, ഇനി എല്ലാവരോടും പറയാം. ഇനി മിക്കവാറും തെറ്റാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പരിച്ഛിന്നം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാക്കി, അതായത് മുഴുവനില്ലാത്തത്. അപരിച്ഛിന്നം, ചിഹ്നമല്ലാത്തത്, മുഴുവനുള്ളത്, പൂർണ്ണമായ. 1 മാസം കൂടെ വാങ്ങിച്ചു കഴിഞ്ഞു. എന്നിട്ട് വന്ന് കാണാം. നേരത്തെ വന്ന് കാണണം.